സോ ഗൈസ് വി ബാക്ക് ഇന്നത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ല, ഈ എപ്പിസോഡ് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ആ കഴിഞ്ഞ എപ്പിസോഡ് പോയി കാണുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. ബിക്കോസ് ഇതൊരു കണ്ടിന്യൂഷൻ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് സമയം തീർന്നത് കൊണ്ടും ബാറ്ററിയുടെ ചാർജ് ആയതുകൊണ്ടും വി ഹാഡ് ടു കട്ട്. അപ്പം അതിൻ്റെ ഡയറക്റ്റ് ബാക്കിയാണ്. ഞങ്ങൾ 10 മിനിറ്റ് ആയതേ ഉള്ളൂ, ഞങ്ങൾ പവർ ബാങ്ക് കുത്തി ഷൂട്ട് ചെയ്യാണ്. സോ ഗൈസ് ഞാൻ ചെറിയൊരു റീക്യാപ്പ് പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് തുടങ്ങിയത് വിമാനശാസ്ത്രം പറഞ്ഞാണ്. വിമാനശാസ്ത്രം എവിടുന്ന് പറഞ്ഞു നമ്മൾ ജ്യൂസിന്റെ അടുത്തെത്തി. ജ്യൂസ് അല്ല, ജ്യൂസ്. JEWS. വിമാനശാസ്ത്രത്തിൽ നിന്നും ഞങ്ങൾ സിംബലിസത്തിലേക്ക് പോയി. സിംബലിസത്തിൽ നിന്ന് അഡ്വർടൈസ്മെന്റ് കമ്പനീസ്, പിന്നെ സബ്ലൈബൽ മാർക്കറ്റിംഗ്, പിന്നെ 666, പെന്റഗ്രാം, പിരമിഡ്, ഇലുമിനാറ്റി, ഔൾ, ബൊഹീമിയൻ ഗ്രൂപ്പ്, പിന്നെ മറ്റേ പുള്ളിയുടെ പേര് ബാഫോമെറ്റിൽ നിന്നും ജെറുസലേമിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ജെറുസലേം കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ടെംപ്ലാസ് എത്തി. ജെറുസലേമിൽ നിന്ന് നൈറ്റ് ടെംപ്ലാസിലേക്ക് പോകണം. അപ്പോൾ ഇത് ഞാനൊരു കഥ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിഷയങ്ങളെ പറ്റി ഡീപ്പായിട്ട് അറിയണം, ഈ വിഷയങ്ങളെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് അറിയണം, അൺസെൻസേർഡ് ആയിട്ട് പറയണം. ഇപ്പോൾ ഞങ്ങൾ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇത് ചാർജർ എടുക്കാൻ പോയപ്പോഴും വി വർ ഡിസ്കസിങ് സംതിങ്. ഞങ്ങൾ അതിന്റെ റീസോഴ്സസ് ഒന്ന് നോക്കി, പക്ഷേ വി ആർ നോട്ട് കോൺഫിഡന്റ് അല്ല. വി ഡോണ്ട് വാണ്ട് ടു പുട്ട് അവർ ഹെഡ്സ്. പലതും ഷെയർ ചെയ്യാൻ പറ്റാത്ത, എന്നാൽ നമ്മളുടെ ഇപ്പൊ കൺമുന്നിലുള്ള കാര്യങ്ങൾ. ബിക്കോസ് a few years back when I was searching that, I would get it easily on YouTube and internet. And ഇന്ന് ഞാനും ഇവരും കൂടെ അതിരുന്ന് സെർച്ച് ചെയ്തിട്ട് we could not find it. Then we had to make it. ഞങ്ങൾക്ക് ആ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അത് ഉണ്ടാക്കേണ്ടി വന്നു. സോ ഇറ്റ്സ് ബീങ് സെൻസേർഡ് ഇൻ എവറി യൂട്യൂബ് ചാനൽ. സത്യം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഈ ഡെവഞ്ചിയുടെ നേരത്തെ പറഞ്ഞ പെയിന്റിംഗ് ഉണ്ടല്ലോ, ആ സാധനത്തിന് അടിച്ചു കൊടുക്കുമ്പോഴേ ആ ഗോട്ടിന്റെ ഷേപ്പുള്ള സാധനം വരുമായിരുന്നു. ആൻഡ് വി വേർ ഓൺ ഇന്റർനെറ്റ് ഫോർ അവേഴ്സ് സെർച്ചിങ് ഫോർ ഇറ്റ്. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എടുത്ത് ഉണ്ടാക്കേണ്ടി വന്നു. അപ്പൊ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേ ബി വിൽ ഇൻക്ലൂഡ് ഇറ്റ്, ബട്ട് ഞങ്ങൾ അതൊന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. ബിക്കോസ് അത് ഇൻക്ലൂഡ് ചെയ്തുള്ള വീഡിയോ എല്ലാം യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തു. സത്യം. You guys are not allowed to see that. Anyways, we will share it on our community. താഴെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി അവിടെ ഇടുന്നതിന് സീനില്ല. ഞങ്ങൾ ലിങ്ക് താഴെ കൊടുക്കും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. നല്ല നല്ല ടോപ്പിക്സ്, ഇന്നത്തെ ടോപ്പിക്സ് നല്ലതായിരുന്നു. എന്തായിരുന്നു നമ്മളുടെ സ്പിരിറ്റ് റെലംസിനെ പറ്റി, പാരലൽ വേൾഡ്സിനെ പറ്റി. നൈസ് കുറച്ച് മച്ചാന്മാരുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതും ഇതുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാം. ഐ മീൻ വെരി ഹെൽത്തി ഡിബേറ്റ്സ് അല്ല, ഡിസ്കഷൻസ് അതുണ്ടാക്കാം. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇലുമിനാറ്റി അല്ലെങ്കിൽ പാരലൽ വേൾഡ് അല്ലെങ്കിൽ ആസ്ട്രോ പ്രൊജക്ഷൻ, പൊതുസമൂഹത്തിൽ പലർക്കും 99% പേർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മച്ചാന്മാരെ വാട്സപ്പിലേക്ക് വാ. നമ്മളെല്ലാവരും അവിടെ ഉണ്ട്. അവിടെ സംസാരിക്കുന്നവർ സംസാരിക്കാത്തവർ സ്പീച്ച് അങ്ങനെയൊന്നുമില്ല. എവരിബഡി ഈസ് ഈക്വൽ. ഈവൻ ഐ ഓൺ ഹിം ഈസ് ജസ്റ്റ് എ മെമ്പർ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. സത്യം. അങ്ങനെ പോഡ്കാസ്റ്റ് നടത്തുന്നവൻ കേൾക്കുന്നവൻ അങ്ങനെ ഒന്നുമില്ല. വി ആർ ഓൾ ജസ്റ്റ് മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ഐഡിയാസ് ആൻഡ് ടോപ്പിക്സ്. സോ നമുക്ക് ജെറുസലേമിൽ നിന്ന് എങ്ങനെയാ പോകണം നൈറ്റ് ടെംപ്ലാസിലേക്ക് വരുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വന്നെത്തി. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് തിരിച്ചു വരിക, അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ 12th century ജെറുസലേമിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോണേ. ഈ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതെല്ലാം ഞങ്ങളുടെ റിസർച്ചാണ്. ഞങ്ങളുടെ റിസർച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൽ ചിലപ്പോൾ തെറ്റ് വരാം, ശരി വരാം. ഞങ്ങളെ സംബന്ധിച്ച് മാക്സിമം റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വി ഹോപ്പ് വി ആർ റോങ്. യെസ്, ആൻഡ് വി ഹോപ്പ് വി ആർ റോങ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക. ഞങ്ങളുടെ ആകെയുള്ള ജോലി നിങ്ങളെ ചിന്തിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിക്കുക. 10 പേരെങ്കിൽ 10, 100 പേരെങ്കിൽ 100 കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒതൻറ്റിസിറ്റിക്ക് മാക്സിമം ഞങ്ങൾ ഇതിനകത്തുള്ള എന്താ പറയുന്നത്, ഫോട്ടോസ് കൊടുക്കും. ഫോട്ടോസ് കറക്റ്റായിട്ട് ഞങ്ങൾ കൊടുത്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഫോട്ടോ റെഫറൻസ് ചെയ്യാം. ഈ റെഫറൻസ് ചെയ്ത ഫോട്ടോസിനെ വെച്ച് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം
പറയുന്ന കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളും മാക്സിമം എവിഡൻസ് ആയിട്ടാണ് ഞങ്ങൾ തരുന്നത്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. അപ്പൊ ലെറ്റ്സ് ഗോ ബാക്ക് ടു 12th century ജെറുസലേം. അപ്പൊ യൂറോപ്പ് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഫുള്ള് യുദ്ധങ്ങളാണ്. നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് ആണ് യൂറോപ്പ് ഫുൾ. കിങ്ഡം ഓഫ് ഹെവൻ കണ്ട സിനിമയ്ക്ക് അറിയാം. ഫ്രാൻസിൽ യുദ്ധം, ഇസ്രായേലിൽ യുദ്ധം, അല്ലെങ്കിൽ ഇറ്റലിയിൽ യുദ്ധം, ലോകത്തെല്ലായിടത്തും യൂറോപ്പിൽ യുദ്ധം നടക്കുക. അതിന്റെ ഇടയിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അണ്ണന്മാരുടെ ഇൻവേഷനും. പണ്ടത്തെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ജെറുസലേം എന്ന് പറയുമ്പം അന്ന് മെജോറിറ്റി 2 റിലീജിയന്റെയും കോർ ബിലീഫ്സ് വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. അബ്രഹാമിക് റിലീജിയൻസ്, 2 അബ്രഹാമിക് റിലീജിയന്റെ കോർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അന്ന് ആൾക്കാർക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അത് വേറെ കാര്യം. അവരുടെ ഓൺലി ഗോൾ ഇൻ ദെയർ ലൈഫ് വാസ് ടു ഗെറ്റ് എൻലൈറ്റഡ് ആൻഡ് ഗോ ദെയർ. അത് മാത്രമല്ല 2 റിലീജിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ക്രിസ്ത്യൻസും ജൂയിഷും തമ്മിൽ ബിലീവ്, ഇത് രണ്ടുപേരുടെയും കോർ ബിലീഫ് ജെറുസലേം ആവുമ്പോൾ പോലും മൂന്നാമത് മുസ്ലിംസിന്റെയും പള്ളിയും അമ്പലങ്ങളും ഏതോ ഒരു പില്ലറൊക്കെ ഇല്ലേ, അത് അവരുടേതാണെന്നോ അവരുടേതായ ദൈവത്തിന്റെ ആണെന്നോ അവരുടെയും ബിലീഫ് സിസ്റ്റത്തിലുള്ളതാണ് ജെറുസലേം. അബ്രാമിക് റിലീജിയൻസ് ആയ 3 ക്രിസ്ത്യാനിറ്റി, ജൂതിസം ആൻഡ് ഇസ്ലാം. ഇത് 3നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ജെറുസലേം. ഈ ജെറുസലേമിന് വേണ്ടി 3 പേര് അന്ന് തൊട്ട യുദ്ധമാണ്. ഇന്ന് രാത്രി അവിടെ ബോംബ് വീഴുന്നത് ഈ യുദ്ധത്തിന് വേണ്ടിയാണ്. സെഞ്ചുറീസ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട്. മില്ലേനിയൽസ് അതല്ല, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ആ യുദ്ധമാണ് ഇപ്പോഴും ഗാസ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇനി ഒരു 10,000 വർഷം കഴിയുമ്പോൾ അവർ പറയും പണ്ട് 2025 ഈ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു എന്ന്. അതാണ് യു തിങ്ക് ഇറ്റ്സ് ഫോർ മണി പവർ. നോബഡി ആസ്ക്സ് ദാറ്റ്. ജനറേഷൻസ് ആയിട്ട് ചാവാനും കൊല്ലാനും വൈ? ഇതെല്ലാം നടക്കുന്നത് ആ ഒരു അമ്പലത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഗാസ എന്ന് പറയുന്നത് ഇത് കുറച്ച് ഫാർ ഫെച്ച്ഡ് കോൺസ്പിറസി ആണോ എന്നൊന്നും പറഞ്ഞൂടെ. യു ഗൈസ് ഹിയർ മീ ഔട്ട്. ഗാസ എന്ന് പറയുന്ന സ്ട്രിപ്പിൽ സ്റ്റിൽ ഇസ്ലാമിക് ഖുറാൻ വായിക്കുന്ന ആളുകൾ ആൻഡ് ജൂയിഷ് പീപ്പിൾ ബിലീവ് they have a portal to reach underground civilizations. ഗാസ എന്ന് പറയുന്നിടത്ത് ഒരു പോർട്ടൽ ഉണ്ടെന്നും ആ പോർട്ടൽ അണ്ടർഗ്രൗണ്ട് സിവിലൈസേഷൻ, ലോങ് ലോസ്റ്റ് എർത്തിന്റെ ഹ്യൂമൻസിന്റെ ബ്രദറായിട്ട് ജീവിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസ് അണ്ടർഗ്രൗണ്ടിൽ പോയെന്നും അവരുടെ one of the openings in earth is in Gaza and both these people are trying to gain control over it. അതിന് വേറൊരു സംഭവമുണ്ട്. One faction wants them to communicate and one faction wants them to keep them underground forever. That is why they are on a constant. അത് വേറെ സംഭവമുണ്ട്. ഈ ഗാസയിലെ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് കാറ്റകോംസ് ആണെന്നാ പറയുന്നത്. അവർക്ക് അതിന്റെ അകത്ത് മറ്റൊരു അമേരിക്കൻ കുറെ ടൂറിസ്റ്റ് വരെ പിടിച്ചു വെച്ചായിരുന്നു ഈയിടെ. അവര് റിലീസ് ചെയ്തപ്പോ പറഞ്ഞു അതിനകത്ത് അവർക്ക് ഷോപ്പിംഗ് മോൾ വരുന്നുണ്ടെന്ന് പറയുന്നത്. എടാ നീ കണ്ടില്ലേ, മരുഭൂമിയിൽ നിന്ന് F-15 ഈഗിൾ ഉൾപ്പെടെയുള്ള പ്ലെയിനുകൾക്ക് പറന്നിറങ്ങാനുള്ള അണ്ടർഗ്രൗണ്ട് റൺവേകൾ ഉണ്ടെന്ന്. ബ്രോ ഇമാജിൻ ദാറ്റ് യു ആർ ഫ്ലൈയിങ് എ പ്ലെയിൻ ഡൗൺ ആൻഡ് ഗോയിങ് അണ്ടർഗ്രൗണ്ട്. എന്നിട്ട് അത് സ്റ്റോർ ചെയ്യാൻ 100 കണക്ക് നമുക്ക് അറിഞ്ഞുകൂടാ, സ്റ്റോർ ചെയ്യാൻ ഹാങ്ങറുകൾ. എന്നിട്ട് യുദ്ധം വരുമ്പോൾ ഏതെങ്കിലും മരുഭൂമിയുടെ അടിയിൽ നിന്ന് ഒരു പ്ലേറ്റ് ഇങ്ങനെ തുറക്കും, അവിടുന്ന് ഫൈറ്റർ ജെറ്റുകളും ആകാശത്തോട്ട് പോകും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻ ഇറാൻ ആൻഡ് ദെയർ മിഡിൽ ഈസ്റ്റ് ലാൻഡ്. അപ്പോൾ അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ക്യാമറൻസ് ഭയങ്കര സീനാണ്. അപ്പം അത് പോട്ടെ, നമുക്ക് അതിലേക്ക് പോകുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് നൈറ്റ് ടെംപ്ലേഴ്സ് ജെറുസലേമിലേക്ക് പോകാം. അപ്പോൾ ഏകദേശം 800 വർഷം 900 വർഷം മുന്നും ഏകദേശം അവിടുത്തെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഇന്ന് ജെറ്റുകളാണെങ്കിൽ അന്ന് കുതിരകളും കഴുതകളുമാണ്. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും വെൽത്തി ആയിട്ടുള്ള ജൂയിഷും ക്രിസ്ത്യൻസും ആളുകൾക്കൊക്കെ ഈ ജെറുസലേമിൽ പിൽഗ്രിമേജിന് പോകണം. മറ്റേ അവിടെ ഒരു ഭിത്തി, ഒരു അമ്പലമുണ്ട്. ആ അമ്പലം ഒരു ഭിത്തിയുടെ ഇപ്പുറത്ത് നിന്നേ കാണാൻ പറ്റും. ആ അമ്പലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശാപമോ അങ്ങനെ എന്തോ ഉണ്ട്. യു കനോട്ട് വിറ്റ്നസ് ഇറ്റ്, ബട്ട് യു ക്യാൻ സ്റ്റാൻഡ് ബിസൈഡ് എ വാൾ ആൻഡ് ടച്ച് ദ വാൾ വിത്ത് ദ ഹെഡ്. അതിപ്പോഴുണ്ടോ? അയ്യാ, ടുഡേ മെസ്സിയും റൊണാൾഡോയും സച്ചിനും വിരാട് കോഹ്ലി എല്ലാവരും അവിടെ പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പണ്ട് തൊട്ടേ 800 വർഷങ്ങൾക്ക് മുന്നേ 12th century തൊട്ടേ പിൽഗ്രിമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിലൂടെ ഈ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും
എത്ര വലിയ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാലും കുതിരപ്പുറത്തല്ലേ കഴുതപ്പുറത്ത് രാജ്യങ്ങൾ താണ്ടി അപ്പുറത്ത് എത്തണ്ടേ? ഈ രാജ്യങ്ങളിലും ടൗണിലും എല്ലാം യുദ്ധങ്ങൾ. അപ്പൊ എന്ത് ചെയ്യും ഇവര്? നൈറ്റ് ടെംപ്ലാർസ് എന്ന് പറയുന്ന ഗുണ്ടകളെ ഹയർ ചെയ്യും. ഗുണ്ടകളെ ഹയർ ചെയ്തിട്ട്, ഞാൻ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം, ഗുണ്ടകളെ ഹയർ ചെയ്തിട്ട് ഇവർക്ക്, അപ്പൊ നൈറ്റ് ടെംപ്ലാർസ് എന്താ, പൈസ വാങ്ങും. എനിക്ക് 1000 ഗോൾഡ് കോയിൻ തന്നു കഴിഞ്ഞാൽ ഈ 3 വർഷത്തേക്കുള്ള പോയിട്ട് വരാനുള്ള ഫുൾ പ്രൊട്ടക്ഷനും ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ 25 പേര് നിന്റെ കൂടെ വരും, നിന്റെ മുന്നിൽ 5 പേര്, ലെഫ്റ്റിൽ 5 പേര്, ഞങ്ങൾ ചത്തിട്ടേ നീ ചാവും. അങ്ങനെ റിച്ച് ആളുകളും പൂവർ ആളുകളും എല്ലാം ഇവർക്ക് ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റി ആൻഡ് അവേക്കനിങ് വാസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദം. അപ്പൊ ഇവരുടെ വിശ്വാസത്തിൽ അവിടുത്തെ ടെമ്പിൾ എന്ന് പറയുന്നത് ഗോഡ് നേരിട്ട് വന്ന് പണിഞ്ഞു കൊടുത്തതാണ്. അവർക്കൊന്ന് 9 to 5 ഒന്നുമില്ല. അവർക്കൊന്ന് 9 to 5 ഒന്നുമില്ല. അവർക്ക് റിച്ചസ് ഉണ്ടാക്കുക, ഫാമിലി, സ്പിരിച്വാലിറ്റി ആൻഡ് കണക്ടിങ് ടു ദ ഹയർ സെൽഫ്. അപ്പൊ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഏലിയൻസ് അല്ലെങ്കിൽ ഗോഡ്സ് ഡയറക്ട്ലി വന്ന് പണിഞ്ഞ അമ്പലമാണത്. ഗോഡ്സ് ആരാണ് എന്നുള്ളത് അറിഞ്ഞൂടാ. ചിലപ്പം ശിവനാവാം, ചിലപ്പം വേറെ ഏതെങ്കിലും പ്ലാനറ്റിലെ ആളാവാം. വി ഡോണ്ട് നോ, വി ആർ നോട്ട് ഗോയിങ് ഓവർ ദാറ്റ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഹയർ ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു. 100 ടെംപ്ലാർസ് 1000 ആയി, 1000 ടെംപ്ലാർസ് 1,00,000 ആയി. കാരണം ഹയർ ചെയ്യാൻ ആളുകൾ അടിയ. അങ്ങനെ അവസാനം ടെംപ്ലാർസ് ഇങ്ങനെ ഇത്ര എടുത്ത് കാരണം അവർ അവസാനം ട്രഷറി ബോണ്ടുകൾ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ ഒരു ടെംപ്ലാർ ട്രഷറി, ഫ്രാൻസിൽ ഒരു ടെംപ്ലാർ ട്രഷറി, അത് വേറൊരു യൂറോപ്യൻ കൺട്രിയിൽ ടെംപ്ലാർ ട്രഷറി. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇറ്റലിക്കാരനാണ്. ഞാനിപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിൽ പോയി, അത് കഴിഞ്ഞ് വേറൊരു രാജ്യത്ത് പോയി, അത് കഴിഞ്ഞായിരിക്കും ജെറുസലേം എത്തുന്നത്. ഞാൻ ഫ്രാൻസിൽ അല്ല ഇറ്റലിയിലെ ട്രഷറിയിൽ 1,00,000 രൂപ ഇടുക. അപ്പോൾ അവിടുന്ന് എനിക്കൊരു പേപ്പർ തരും, ശ്രീ പത്മനാഭൻ ഇറ്റലിയിൽ 1,00,000 രൂപ ഇട്ടിട്ടുണ്ട്, സീലും അച്ചുമൊക്കെ അടിച്ച് തരും. എന്നിട്ട് എനിക്ക് ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ടെംപ്ലാറിന്റെ ട്രഷറി കൊണ്ട് ഈ പേപ്പർ കാണിച്ചാൽ ഐ ക്യാൻ വിഡ്രോ. ATM, ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്നത്തെ ATM കാർഡിൽ വരെ അതൊരു സീൽ അടിച്ച പേപ്പർ തരും, ബോണ്ട് തരും. അപ്പോൾ അവരന്ന് അന്നേ തുടങ്ങി. ATM സിസ്റ്റം വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ 12th century ബൈ ദീസ് ടെംപ്ലാർസ്. ഇന്നൊരു ATM കമ്പനി തുടങ്ങുന്നത് വലിയൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇമാജിൻ സ്റ്റാർട്ടിങ് ദ ഫസ്റ്റ്. The amount of wealth they are accumulating, and it was real gold, not this fake paper. Because അവർക്ക് ഗോൾഡ് കോയിൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്ന് ഇവർ ഇത്രയും കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്യാം, എവിടുന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവർ വലിയൊരു സിസ്റ്റമായിട്ട് വളർന്നു. 50-100 വർഷത്തിനകം ഇവർ ബാങ്കുകളെ അല്ല രാജ്യങ്ങളെക്കാട്ടിയും റിച്ചറായി. രാജാക്കന്മാരുടെ ആർമിയെക്കാട്ടി പവർഫുൾ ആർമികൾ വന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഫ്രാൻസ് വേണമെങ്കിൽ ഫ്രാൻസിൽ അവരുടെ സ്റ്റേഷൻ ചെയ്തേക്കുന്ന ടെംപ്ലാർസിനെ വെച്ച് അവർക്ക് ഫ്രാൻസ് എടുക്കാം. സോ നേഷൻസിനെ കാട്ടിയും പവർഫുൾ ആയി, കിങ്സിനെ കാട്ടിയും റിച്ചറുമായി. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാക്കന്മാർക്ക് പേടിയായി തുടങ്ങിയവന്മാരെ. കാരണം ഇന്ത്യയിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി എക്സാക്ട്ലി. അങ്ങനെ ഇവർക്ക് യൂറോപ്പോളം ആയിരക്കണക്കിന് കാസിലായി, thousands of castle in all across Europe, and they started buying land all the way from France to the Middle East. എന്ന് പറഞ്ഞാൽ ജൂയിഷ് ലാൻഡ് വാങ്ങി, ക്രിസ്ത്യൻ ലാൻഡ് വാങ്ങി, അതൊന്നും പോരാതെ ഇസ്ലാം ലാൻഡ് വാങ്ങി. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ഇവർ വാങ്ങി കൂട്ടാൻ തുടങ്ങി. അത്രയും വെൽത്ത് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും 1307 ഫ്രാൻസിന്റെ കിങ് ആയിരുന്നു കിങ് ഫിലിപ്പിന് കാര്യം മനസ്സിലായി. ദേ ഗോണ ടേക്ക് ഓവർ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 15 രാജ്യങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോയാലും വി കനോട്ട് ഡിസ്ട്രോയ് ദി ടെംപ്ലാർസ് ആർമി. ഈ ഡൗട്ട് ചോദി, ടെംപ്ലാർ എന്ന് പറയുന്നല്ലേ ഇംഗ്ലീഷ് കിങ്ഡം ടെംപ്ലാർ സീം അല്ലേ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ടെംപ്ലാർ ആണോ എന്ന് വെച്ചാൽ ദേ വേർ ഇംഗ്ലീഷ്മെൻ, ദേ വേർ ഫ്രഞ്ച്മെൻ, എല്ലാ രാജ്യത്തിലെ ആളുകളും ഉണ്ട്. ആൻഡ് ഹൂ ആർ ദേ റിട്ടയർഡ് ഓർ ദ ടോപ്പ് റാങ്കിങ് ആർമി ഒഫീഷ്യൽസ് ഓർ ആർമി സോൾജേഴ്സ്. ഇപ്പൊ ഞാനിപ്പം അല്ല, ഞാൻ ഇംഗ്ലീഷ് റെജീമാണോ ടെംപ്ലാർ? ഇംഗ്ലീഷ് റെജീം അല്ല, അത് അവരുടെ കളറും സിംബലും വെച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്. അത് അവരുടെ സയ്യോപ്പാണ്. ടെംപ്ലാർസിന് രാജ്യമില്ല. ആൻഡ് ഈ ടെംപ്ലാർസിനെ എല്ലാവരും പേടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിന് നല്ല ആർമി ഉണ്ട്. അപ്പൊ ഫ്രാൻസിന് നല്ല ആർമിയും നല്ല പണക്കൊഴുപ്പും നല്ല അടിപൊളി വാറിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടെംപ്ലാർ വരും. ഫ്രാൻസ് എന്തുവാ
ബ്രെഡും ചീസും കൊടുക്കുന്ന ആർമിക്ക്. ടെംപ്ലാർസ് എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ കൂടെ വാ, നിനക്ക് കിട്ടുന്നതിന്റെ 20% കമ്മീഷൻ എടുത്തോ. സി അങ്ങനെ അവർ ഭയങ്കര ട്രെയിൻഡ് ആളുകളായിരുന്നു. അങ്ങനെ അവരെല്ലാം വന്ന് കിങ് ഫിലിപ്പ് 1307 പേടിയായി തുടങ്ങി. അങ്ങനെ കിങ് ഫിലിപ്പ് ബാക്കിയുള്ള ക്രിസ്ത്യൻ രാജാക്കന്മാരെല്ലാം കൂട്ടുവിളിച്ച് ഒരു ഡിസിഷൻ എടുത്തു. ഇവരുടെ നൈറ്റ് ടെംപ്ലാർസിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ തീർക്കുക. കാരണം ഇവരുടെ തീർക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവര് വർഷിപ്പ് ചെയ്യുന്ന ആരെന്നറിയാമോ? ബാഫമെറ്റിനെയാണ്. ക്രിസ്ത്യാനിറ്റി ആണോ എന്ന് ചോദിച്ചാൽ നോ, ദേ ആർ വർഷിപ്പിംഗ് ബാഫമെറ്റ്. ബാഫമെറ്റ് ആരാന്ന് അറിയാൻ നേരത്തെ പോഡ്കാസ്റ്റ് കാണണം. ഇങ്ങനൊരു മച്ചാൻ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ബാഫമെറ്റിനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അഡൾട്ടറി, അതുപോലെ തന്നെ പല പല ക്രൈമുകൾ ഇവരുടെ മണ്ടയിൽ അടിച്ചിറത്തി യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഇവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് എന്ന് പറഞ്ഞാൽ കോൺസ്പിറസി ആയിരിക്കത്തില്ല. അതെ, എന്നാലും പറഞ്ഞത് യു ആർ നോട്ട് അലൗഡ് ടു എൻ്റർ അവർ ലാൻഡ്, നിങ്ങളെ കൊന്നുകളയും. പക്ഷെ നൈറ്റ് ടെംപ്ലേഴ്സ് വാസ് എവ്രിവെയർ. Their banks was seized, their wealth was seized. അവരുടെ ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് എന്താ പറയുന്നത്, ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് അസാസിനേറ്റ് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ there were no chance of fighting the army. എന്ന് പറഞ്ഞാൽ 4 സോൾജേഴ്സ് വന്ന ഒരു ടെംപ്ലാർ മതി. അപ്പോൾ ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, കൊല്ലുക, അങ്ങനെ 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 ഓർഡർ ഡിസ്മാറ്റിൽ ചെയ്തു. ആൻഡ് നൈറ്റ് ടെംപ്ലാർസ് വെയർ എലിമിനേറ്റഡ് ഫ്രം ദി ഫേസ് ഓഫ് ദ വേൾഡ്. അത് കഴിഞ്ഞ് പിന്നെയും നൈറ്റ് ടെംപ്ലാർ മൊത്തത്തിൽ നശിച്ചില്ല. അവർ സ്മാൾ ഗ്രൂപ്പായിട്ട് എന്താ പറയുന്നത്, യൂറോപ്പിലും പല സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്തു. പലയിടത്തും അവർ ഹണ്ട് ചെയ്യപ്പെട്ടു. കാരണം എത്ര വലിയ റിച്ച് ഉണ്ടെങ്കിലും അന്ന് സ്വർണമായിട്ടിരിക്കുമ്പോൾ കുറേയൊക്കെ ഇത് ചെയ്യാം, കുറേയൊക്കെ അത് ചെയ്യാം. പക്ഷേ ഈ ആദ്യത്തെ ഒരു ബാങ്ക് ആയതുകൊണ്ടും ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഫ്ലോസ് അറിയാത്തത് കൊണ്ടും ഇത്രയും റിച്ചസ് ഇവരുടെ ഉണ്ടെങ്കിലും ആ അവർ നടത്തിയ ബാങ്കിങ് ബിൽഡിങ്സ് ഇല്ലേ, അത് സീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒന്നുമില്ല. അവരുടെ ഫുൾ ഡിസ്ട്രപ്റ്റായി. അപ്പോൾ അങ്ങനെ അവർ നശിച്ചു. അവരുടെ ലീഡേഴ്സിനെ എല്ലാം കൊന്നു, എല്ലാം നശിപ്പിച്ചു. അങ്ങനെ ഇവർ പലയിടത്തോട്ട് കുഞ്ഞു 100, 50, 30 പേരായിട്ട് രക്ഷപ്പെട്ടു. കടൽ കടക്കുന്നു, കപ്പൽ കയറി വെയിൽസിൽ പോന്നു, സ്കോട്ട്ലൻഡിൽ പോന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്മോൾ ഗ്രൂപ്പ് വന്നെത്തിയത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ ഇവർ കിങ് റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന ഒരാൾ റെഫ്യൂജി കൊടുത്തു. കിങ് റോബർട്ട് ബ്രൂസോ ഔട്ട്ലോ കിങ്ങിൽ കാണും. കാരണം കിങ് റോബർട്ട് ബ്രൂസ് ആരാണെന്ന് അറിയാവോ? ബാക്കി യൂറോപ്പിലെ എല്ലാ രാജാക്കന്മാരും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി ഔട്ട്ലോ ആണ്. പുള്ളി ഇച്ചിരി സീനാ. പുള്ളി ഈസ് ലൈക്ക് ഫക്ക് ക്രിസ്ത്യാനിറ്റി. പുള്ളി ഈസ് ലൈക്ക് എൻ്റെ രാജ്യത്ത് എന്ത് മതം വേണമെന്ന് അവിടെയുള്ള ആളുകൾ തീരുമാനിക്കും. ഞങ്ങൾ ഇന്ന മതത്തിൽ മാത്രം ഉണ്ടെങ്കിലേ സ്വർഗത്ത് പോകും, അങ്ങനൊന്നുമില്ല. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അപ്പം പുള്ളി ഈ നാട്ടിലെ എല്ലാവരെയും വെറുപ്പിച്ചോണ്ട്, ബാക്കിയുള്ള രാജാക്കന്മാരെ എല്ലാം വെറുപ്പിച്ചോണ്ട് നടക്കുന്നതാണ്. അപ്പം ബാക്കി എല്ലാ രാജാക്കന്മാരുടെ എനിമി ആരാണ്? കിങ്സ് ടെംപ്ലാർ നൈറ്റ്സ് ആണ്. അപ്പൊ ടെംപ്ലാർ നൈറ്റ്സിനെ ഇയാൾ സ്വീകരിച്ചു. കം ടു സ്കോട്ട്ലൻഡ് ഹബീബി, വിൽ ഗിവ് യു റെഫ്യൂജ്. അങ്ങനെ ടെംപ്ലാർസിനെ റെഫ്യൂജ് ചെയ്തു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഔട്ട്ലോ കിങ് ആയി വന്ന കിങ് അല്ല, എന്തായിരുന്നു അയാളുടെ പേര്? റോബർട്ട് ബ്രൂസ്. കിങ് റോബർട്ട് ബ്രൂസ്, സ്കോട്ട്ലൻഡിന്റെ കിങ് റോബർട്ട് ബ്രൂസിനെതിരെ ഇംഗ്ലണ്ട് വാർ പ്രഖ്യാപിച്ചു. ഇവനെ ഇപ്പൊ തീർത്തേ പറ്റൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല. അവനെ തൊടാൻ പോലും പറ്റിയില്ല. കാരണം കിങ് റോബർട്ട് ബ്രൂസിന്റെ ആർമി ഇടത്തെ സൈഡിലും നൈറ്റ് ടെംപ്ലാർസ് വലത്തെ സൈഡിലും. അങ്ങനെ നൈറ്റ് ടെംപ്ലാർസ് കഥ പോകുന്നത് ഇങ്ങനെയാണ്. നൈറ്റ് ടെംപ്ലാർസ് കിങ് റോബർട്ടിന്റെ ആർമിയിൽ ഒരാളെ പോലും മരിക്കാൻ സമ്മതിച്ചില്ലെന്നാണ് മിത്തോളജി. മരിച്ചു കാണും, ഓഫ്കോഴ്സ് മരിച്ചു കാണും. പക്ഷെ ആ യുദ്ധത്തിന്റെ ഒരു ഫോക്ലോർ അങ്ങനെയാണ്. ടെംപ്ലാർസ് മറ്റവരെ കിങ് റോബർട്ട് ബ്രൂസിന്റെ ആളുകളെ തൊടാൻ പോലും സമ്മതിച്ചില്ലെന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ടിനെ അവർ തോപ്പിച്ചു. ആൻഡ് നൈറ്റ് ടെംപ്ലാറിനെ സ്കോട്ടിഷ് രാജ്യം ഒഫീഷ്യലി അവരുടെ രാജ്യത്തേക്ക് അക്സെപ്റ്റ് ചെയ്തു, കയറ്റി. ആൻഡ് ദേ വെയർ ഡിസോൾവ്ഡ് ഇൻ ടു ദി സൊസൈറ്റി. എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ അതൊരു നോർമലായി. പക്ഷേ നൈറ്റ് ടെംപ്ലാർസ് പിന്നെയും ഇവരുടെ ബാഫോമെറ്റ് പ്രാക്ടീസസ് നിർത്തിയില്ല. ഈ റിച്വൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റിച്വൽസ് ഞാൻ ഇതിനു മുന്നേ ഒരിടത്ത് പറഞ്ഞിരുന്നു. The same rituals that were conducted in the Bohemian Grove.
ഔൾസ്, ഗോഡ്സ് സാക്രിഫൈസസ്, ഹ്യൂമൻ ബ്ലഡ് സാക്രിഫൈസസ്, അതുപോലത്തെ സംഭവങ്ങളാണ്. അപ്പൊ സ്കോട്ടിഷ് കിങ് എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? സ്കോട്ടിഷ് കിങ് ആക്ഷൻ എടുത്തോന്ന് വെച്ചാൽ സ്കോട്ടിഷ് വാസ് എക്സിസ്റ്റിംഗ് ബിക്കോസ് ഓഫ് ദം. മനസ്സിലായോ? അപ്പോ അവർക്ക് അവരെ സമ്മതിച്ചേ പറ്റൂ. യുദ്ധം കൂടെ കഴിഞ്ഞതിന് ശേഷം ദേ ബിക്കം ടു പവർഫുൾ. അങ്ങനെ ഇവര് പബ്ലിക്കായിട്ടും സീക്രട്ട് ആയിട്ട് ഇവരുടെ ബാഫോമെറ്റ് പ്രാക്ടീസസ്, റിച്വൽസ്, ബ്ലാക്ക് മാജിക് ഇതൊക്കെ തുടങ്ങി. സ്കോട്ടിഷ് കിങ്ങിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചെയ്യണമെന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അതങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് റോസ്ലിൻ ചാപ്പൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്പൽ ഉണ്ട്. ആ റോസ്ലിൻ ചാപ്പലിനെ പറ്റി നമ്മൾ ഡാവിഞ്ചി കോഡിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അവസാനം പോകുന്നൊരു ചാപ്പലൊക്കെ ആയിട്ട് വരും. അത് റോസ്ലിൻ ചാപ്പൽ എന്താണെന്ന് അറിയാത്തവർക്ക് പ്ലീസ് ഡു യുവർ സെർച്ച്. റോസ്ലിൻ ചാപ്പൽ കൺസ്ട്രക്റ്റഡ് ഇൻ 1446. അത് ലെറ്റ് ദം ഡു ദ റിസർച്ച്. ഓക്കെ, അത് അടിപൊളി സാധനമാണ്. ഡു യുവർ റിസർച്ച് ഓൺ ദാറ്റ്. അപ്പോൾ ഈ റോസ്ലിൻ ചാപ്പൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്നത്തെ വലിയൊരു എഞ്ചിനീയറിംഗ് മാർവലായിരുന്നു. അപ്പോൾ അന്നത്തെ മാർവലിന് വേണ്ടി ഭയങ്കരമായിട്ട് ബ്രിക്ക് എന്താ പറയുന്നത് മേസണറി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സാധനങ്ങളും എല്ലാം വേണ്ടി വന്നു. അങ്ങനെ ഒരു ടീമിനെ അവർ കണ്ടെത്തുകയാണ്. ഒരു ടീം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു തരാം, വളരെ റിച്ചായിട്ടും വെൽത്തി ആയിട്ടും അല്ലെങ്കിൽ വളരെ എക്സ്പെർട്ടീസും വാറായാലും എഞ്ചിനീയറിംഗ് ആയാലും ഉള്ള പെട്ടെന്നൊരു ടീം ഒന്ന് ചെയ്തു തരുന്നു. ആൻഡ് these guys was named or thereafter called the Freemasons. ഇവന്മാരല്ലേ? ഓക്കേ. Yeah, and these guys are എന്താ പറഞ്ഞേ, എവിടുന്നാ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നൈറ്റ് ടെംപ്ലാർസ് തന്നെയാണ് ഫ്രീമേസൺസ്. 10-50 അല്ലെങ്കിൽ 100 വർഷത്തെ യുദ്ധം ഇല്ലായ്മയ്ക്ക് ശേഷം നൈറ്റ് ടെംപ്ലാർസ് ഫ്രീമേസൺസ് ആയി. ഫ്രീമേസൺസ് അന്ന് യുദ്ധം നടത്തി രാജ്യങ്ങൾ നിലനിർത്തിയെങ്കിൽ ഇന്ന് കൺസ്ട്രക്ഷനും ടാക്ടിക്സും മണി ആൻഡ് വെൽത്ത് ട്രാൻസ്ഫറിലേക്ക് കൂടി രാജ്യങ്ങൾ കീഴടക്കാൻ തുടങ്ങി. ഈ നൈറ്റ് ടെംപ്ലാർസ് അല്ലെ ഫ്രീമേസൺസിന്റെ ബ്ലഡ് ലൈൻ ഇപ്പൊ എടുത്തു നോക്കുവാണെങ്കിൽ ജൂയിഷ് ബ്ലഡ് ലൈനുമായിട്ട് കണക്ഷൻ ഉണ്ട്. 100%. ദേ ആർ ഓൾ ജൂയിഷ്. അപ്പോൾ ഈ ഫ്രീമേസൺസ് ഈ റോസ്ലിൻ ചാപ്പൽ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത് നടത്തി കൊടുത്തു. അങ്ങനെ ഈ റോസ്ലിൻ ചാപ്പൽ അല്ലെങ്കിൽ ഫ്രീമേസൺസിന്റെ കണക്ഷൻ നിങ്ങൾക്ക് റെക്കോർഡിക്കലി അറിയണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ദ ലോഡ്ജ് ഓഫ് എഡിൻബർഗ്. ലോഡ്ജ് ഓഫ് എഡിൻബർഗ് ഞാൻ പടം കൊടുക്കും, പേര് അതിൽ കാണും, അത് സെർച്ച് ചെയ്യാം. അസാസിൻസ് ക്രീഡ് കളിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഡാവിഞ്ചി കോഡ് സിനിമ കണ്ടവർക്കറിയാം. അതുപോലെ തന്നെ മേരീസ് ചാപ്പൽ നമ്പർ 1, മേരിക്ക് വേണ്ടി പണിഞ്ഞ ആദ്യത്തെ ചാപ്പൽ. മേരി ആരാണ്? മേരി മാഗ്ഡലിൻ. അത് നമുക്ക് ആരാണെന്നുള്ളത് ചിലർ പറയുന്നു അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്, ചിലർ പറയുന്നു അത് ജീസസിന്റെ ഭാര്യയാണെന്ന്. അപ്പോൾ മെയിൻ സ്ട്രീം ക്രിസ്ത്യൻസിന്റെ ബൈബിൾ അത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നും ചിലർ പറയുന്നു ജീസസിന്റെ സണ്ണിന്റെ അമ്മയാണ്. അതെ, ജീസസിന് ഒരു പെൺകുട്ടിയാണ് ഉണ്ടായതെന്നും പെൺകുട്ടിയുടെ അമ്മയാണ് മേരി എന്നും പറയുന്നതുണ്ട്. അപ്പോൾ മെയിൻ സ്ട്രീം ബൈബിൾ അല്ല, ഇത് വേറെ ബൈബിൾ. മെയിൻ സ്ട്രീം ബൈബിൾ മാത്രമേ നിങ്ങൾ വായിക്കൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് 1 of 100 books. നിങ്ങൾക്ക് ഒരു കഥ മാത്രമേ അറിയൂ. Read all the Bibles and pick the best. Best എന്ന് പറഞ്ഞാൽ which you think would be the best. Make sense. Yes, make sense ഉണ്ടാക്കുന്നത് വായിക്കുക. അല്ലാതെ ഫ്രീമേസൺസ് ഇലുമിനാറ്റി എഴുതി വെച്ചേക്കുന്നത് വായിച്ചിട്ട് അതാ സത്യം എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ മേരീസ് ചാപ്പൽ നമ്പർ 1, ഇറ്റ് ഈസ് ഓൾഡസ്റ്റ് മെസോണിക് ടെമ്പിൾ ഇൻ ദ വേൾഡ്. എന്ന് പറഞ്ഞാൽ മേസൺറി പണിഞ്ഞ വൺ ഓഫ് ദി ഫസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ്. അതിൻ്റെ റെക്കോർഡ് കറക്റ്റ് ആയിട്ടുണ്ട്. ആര് പണിഞ്ഞു, എന്ന് പണി തുടങ്ങി, എന്ന് പണി തീർത്തു, പണി ചെയ്ത കമ്പനിയുടെ പേരെന്താ? ദ ഫ്രീ മേസൺസ് ഓഫ് സ്കോട്ട്ലൻഡ്. 1599 പറഞ്ഞ ഒപ്പ് അവിടുത്തെ രാജാവിൻ്റെ ഇതും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ചാപ്പലിൽ, ഈ റോസ്ലിൻ ചാപ്പൽ അല്ലെങ്കിൽ ഇവിടെ എല്ലാം പോയി നോക്കിയാൽ മതി, ഫുൾ മേസോണിക് സിമ്പിൾസ് ആണ്. സിമ്പിൾസ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കൊടുത്തേക്കാം. എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ സിമ്പിളാണ് അവരുടെ ഷീൽഡിനകത്തൊരു ക്രോസ്. മറ്റേ വാളൊക്കെ വരുമ്പോൾ ഷീൽഡിനകത്തൊരു ക്രോസ്. അതുപോലെ തന്നെ പെന്റഗ്രാം എന്ന് പറഞ്ഞാൽ റോസ്ലിൻ ചാപ്പലിനകത്ത് ഫുൾ ഡിമോണിക് പെന്റഗ്രാം ആണ്, 5 കാലുള്ള സ്റ്റാർ. അതുപോലെ തന്നെ ഈ ചാപ്പൽ കമ്മീഷൻ ചെയ്ത ആളാണ് സർ വില്യം സെൻക്ലെയർ. ഹി വാസ് എ ഫ്രീമേസൺ എന്ന് ലോകം മുഴുവൻ അറിയാം. അപ്പോൾ പക്ഷെ ഇത് എല്ലാവർക്കും ഫ്രീമേസൺ എന്ന് പറഞ്ഞാൽ അന്നൊരു ടാബു സാധനമൊന്നും അല്ല, അവരൊരു കൾട്ടാണ്. ഇന്ന് നമ്മളുടെ ഇതില് ലുല്ലു ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അതൊരു ഗ്രൂപ്പാണ്.
അപ്പോൾ പക്ഷെ അവരുടെ ഒറിജിൻ ഒക്കെ മിസ്റ്ററീസ് ആണ്. അവരുടെ ഈ വെൽത്ത് എങ്ങനെ വന്നു എന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഈ സർ വില്യം സെന്റ് ക്ലെയർ ആണ് ഈ റോസലിൻ ചാപ്പലും എല്ലാം പണിഞ്ഞ് കമ്മീഷൻ ചെയ്ത് കൊടുത്തത്. ഫ്രീമേസൺ ആണ് പുള്ളി, റെക്കോർഡിക്കലി ഇൻ ഹിസ് ബയോളജിക്കൽ ഡേറ്റ. എന്നിട്ട് അയാൾ മരിച്ചപ്പോൾ അയാളുടെ ടൂംബ് അവിടെ തന്നെ ഉണ്ട്, ആ ചാപ്പലിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്, ചാപ്പലിനകത്ത് തന്നെ ഇൻഫാക്ട്. ആ ചാപ്പലിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സർ വില്യം സെന്റ് ക്ലെയർ, നൈറ്റ് ടെംപ്ലാർ. പക്ഷേ ആ ചാപ്പലിന്റെ അകത്തുള്ള ട്യൂബിന്റെ പടം പബ്ലിക്കിന് അവൈലബിൾ ആണ്. ഞാനത് ഇവിടെ കൊടുക്കും. യു ഗൈസ് ഹാവ് ടു സീ. ഈ നൈറ്റ് ടെംപ്ലാറും ഫ്രീ മേസൺസും ബാഫോമെറ്റും ഒന്നും മിത്തോളജി അല്ല, യെസ് ഇറ്റ് ഈസ് ഹിസ്റ്ററി. എഴുതി വെച്ചേക്കുന്ന റിട്ടൺ ഹിസ്റ്ററിയാണ്. പറ്റുന്നത്ര മാക്സിമം തെളിവ് ഞാൻ സംഘടിപ്പിച്ച് പടങ്ങളായിട്ട് കൊടുക്കും. നിങ്ങളിത് കാണുക, ഇത് ചെയ്യുക. ആ ട്യൂബിനകത്ത് എഴുതി വെച്ചേക്കുന്നതാണ് സർ വില്യം സെന്റ് ക്ലെയർ, നൈറ്റ് ടെംപ്ലാർ. ചെയ്ത് വെച്ചേക്കാണ്. അന്ന് പേപ്പറും പേനയും ഒന്നുമില്ല, കൊത്തി വെച്ചേക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നൈറ്റ് ടെംപ്ലാസിൽ തുടങ്ങി, ഫ്രീമേസൺറിയിലെത്തി. ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ 1770s ആയപ്പോൾ ആഡം വൈഷാപ്പ് എന്ന് പറയുന്ന ഒരു ആൾക്ക് ഈ കാത്തലിക് ചർച്ചിൻ്റെ റൂളിങ്ങും ഈ കാത്തലിക് ചർച്ചിൻ്റെ ഇതെല്ലാം മടുത്തു. കാരണം ഒരു 1770s ആയപ്പോഴത്തേക്കും ഈ രാജ്യവും ഭരണാധികൂടവും രാജാവും പള്ളിയും തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. എന്ന് വെച്ചാൽ ചർച്ച് ഈസ് ദി റൂളിങ് എന്ന് പറഞ്ഞാൽ രാജാവ് നാളെ അവിടെ കുഴിക്കണം എന്ന് പറഞ്ഞാൽ ചർച്ചില് അവിടെ ഒന്ന് നോക്കും, ചർച്ച് എന്ന് പറഞ്ഞാലേ അവിടെ കുഴി വരും. അങ്ങനെയുള്ളൊരു സംഭവമായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇൻ ദ 1770s ആ സമയത്ത് ആ സ്ഥലത്ത് എന്താ പറയുക, ഫിനാൻസ്, സയൻസ്, സ്കൂള്, ചർച്ച്, നോളജ്, ലാൻഡ്, വോട്ടിങ് എല്ലാം ചർച്ചാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. കിങ്ഷിപ്പോ മൊണാർക്കി ഒന്നുമല്ല. മൊണാർക്കിയും ചർച്ചും ഒന്നാണ്. ചർച്ചിൽ നിന്നാണ് രാജാവ് പോകുന്നത്, രാജാവ് തന്നെയാണ് ചർച്ച്. അപ്പോ എനിക്കിപ്പോ നാളെ രാവിലെ എണ്ണീറ്റ് എനിക്ക് സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നീ ഇന്ന ചർച്ചില് ഇന്ന സെന്റ് സൂസന്റെ അല്ലെങ്കിൽ സെന്റ് ക്ലെയറിന്റെ മകനോ മകന്റെ മകനോ അവന്റെ ബ്ലഡ് ലൈനോ ആണെങ്കിൽ മാത്രമേ നിനക്ക് ശാസ്ത്രം പഠിക്കാൻ പറ്റൂ. നിനക്കല്ലെങ്കിൽ പഠിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിനക്ക് കല്ല് വീശുന്നത് അല്ലെ പാറ പൊട്ടിക്കുന്നത് പഠിക്കാം. മനസ്സിലായോ? അപ്പൊ അത് കൊണ്ടുവന്ന് ഇതിലെല്ലാം നിർത്തണം, ഇതെല്ലാം ആക്കണം, ഇതെല്ലാം നിർത്തണം. ഈ ചർച്ചും മൊണാർക്കിയും തമ്മിൽ തെറ്റിക്കണം. ചർച്ചും അന്ന് പെണ്ണുങ്ങൾക്ക് എഡ്യൂക്കേഷൻ പാടില്ലായിരുന്നു. അന്ന് പെണ്ണുങ്ങൾക്ക് ഒരു മീമുണ്ട്. ഒരു മീം തുടങ്ങുന്നത് എങ്ങനെയാ, ഒരു പെണ്ണ് 1970s നിന്ന് പറയും, ഒരു ക്രിസ്ത്യൻ പെണ്ണ് ഇൻ യൂറോപ്പ്. ഐ തിങ്ക് അടുത്ത ഫ്രെയിം വരുന്നത് പെണ്ണിനെ കമ്പിനകത്ത് കെട്ടിയിട്ടിട്ട് കത്തിക്കുന്നതാണ്. ബിക്കോസ് ലേഡീസ് were not allowed to think, they were not allowed to study, they were not allowed to have religious or scientific learning. ബൈബിളിനകത്ത് നമ്മളിപ്പോഴും എടുക്കണം, നിങ്ങൾ ഏത് ബൈബിളാണോ, കിങ് ജെയിംസ് ആണോ, ഇപ്പൊ നിങ്ങളത് കാണുന്നവർക്ക് നിങ്ങൾ ഒരു ബൈബിളിനെ വിശ്വസിക്കൂ എന്ന് പറയത്തില്ലേ, ആ ബൈബിൾ എടുത്തിട്ട് 1 Timothy 2:12 എടുക്കുക. 1 Timothy 2:12 അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, a lady or a woman is not allowed to learn or not allowed to raise her voice against a man. She must remain silent all the time. 1 Timothy 2:12 അതാണ് പറഞ്ഞത്. അതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് വിടുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പ് അല്ലെങ്കിൽ ഇതായിട്ട് അന്നത്തെ കാലത്ത് റെയിൻബോ വരുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഴവിൽ വണ്ടി പോകുന്നതാണ്, മഴ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹു കരയുന്നതാണ്. ഇമാതിരി കാര്യങ്ങളാണ് അബ്സർഡ് വേൾഡിലായിരുന്നു ജീവിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളാണ് ആഡം വൈഷാപ്പും പുള്ളിയുടെ കുറച്ച് അനുയായികളും. അപ്പോൾ ഈ സമയത്ത് ഇവരെ വിളിച്ചത് ദ എൻലൈറ്റഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻലൈറ്റ്മെന്റ് വന്നു, ഈ കാണുന്നതൊന്നും അല്ല, ദൈവമൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറമുണ്ട്, മഷ്റൂമാണോ അടിച്ച് തിരിഞ്ഞ ആവാം. അപ്പോ ഇവര് പറയുന്നത് ഈ ഇതൊന്നും അല്ല, ദൈവമൊന്നും അല്ല, നമുക്ക് ഇതൊന്നും ഇല്ല, കമ്പാഷന്റെ കാര്യമൊന്നും ഇല്ല, പ്യുവർലി സ്ട്രിക്റ്റ്, ഇമോഷൻസ് ഒന്നും വേണ്ട, ഐ ആം അലൗഡ് ടു ഡു വാട്ട് എവർ ഐ വാണ്ട്, അതിന് എനിക്ക് എന്തും ചെയ്യാം. ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് ഓൾസോ ബാഡ്. അപ്പോൾ ഈ എൻലൈറ്റ്മെന്റ് കൂടിക്കൂടി വന്നു. എൻലൈറ്റ്മെന്റ് ഇക്വാളിറ്റി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്.
അപ്പോൾ അവിടെ റീസൺ എന്താ പറഞ്ഞത്, ഈ സെപ്പറേഷൻ ഓഫ് ചർച്ച് ഫ്രം മൊണാർക്കി, എന്നിട്ട് ഗിവിങ് വുമൺ ഈക്വൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷെ അത് ലേറ്റർ ഓൺ മാറിപ്പോയി. അപ്പോൾ ഈ എൻലൈറ്റ്മെന്റ് ഒരു സീക്രട്ട് സൊസൈറ്റി ആയിട്ട് ഇത് വളർന്നു തുടങ്ങി. അപ്പോൾ ഈ സീക്രട്ട് സൊസൈറ്റി ആയിട്ടുള്ള എൻലൈറ്റ്മെന്റിനെ പറ്റി ചർച്ച അറിഞ്ഞു. ചർച്ച അറിഞ്ഞതിന് ശേഷം ഈ എൻലൈറ്റ്മെന്റുകാരെ പതുക്കെ കൊല്ലാൻ തുടങ്ങി. ഈ എൻലൈറ്റ്മെന്റുകാരെ കൊല്ലാൻ തുടങ്ങുക, എൻലൈറ്റ്മെന്റുകാരെ സൊസൈറ്റിയിൽ നിന്ന് അകറ്റാൻ തുടങ്ങുക, എൻലൈറ്റ്മെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കത്തിച്ചു കളയുക. ഇമാതിരി പരിപാടി തുടങ്ങി എൻലൈറ്റ്മെന്റ് കൂടുതൽ ക്രൗഡ് ഗെയിൻ ചെയ്തു. ക്രൗഡ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞ് എൻലൈറ്റ്മെന്റ് എന്നുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അത് പേര് മാറ്റി ദ ഇലുമിനേറ്റഡ് എന്നാക്കി. ആൻഡ് ദ ഇലുമിനേറ്റഡ് ലേറ്റർ ബിക്കെയിം ഇലുമിനാറ്റി. ഇലുമിനാറ്റി തുടങ്ങുന്നത് ചർച്ചിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ, അബ്സേർഡ് ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, അബ്സേർഡ് ക്രിസ്ത്യാനിറ്റിക് ബിലീഫ്സിനെതിരെ ഉള്ള ഒരു സമരമായിട്ടാണ് ഇലുമിനാറ്റി ഫോം ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് ക്രിസ്ത്യാനിറ്റിയെ പറ്റി പ്രൗഡായിട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വേ ഇലുമിനാറ്റി ക്രിയേറ്റഡ് ദ വേൾഡ് ഫോർ യു. 200 വർഷങ്ങൾക്ക് മുന്നുള്ള ക്രിസ്ത്യാനിറ്റിയാണ് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മകളെ, ക്രിസ്ത്യൻ മകളെ നിങ്ങൾ സ്കൂളിൽ വിട്ടാൽ തിരിച്ചു വരുമ്പോൾ അവളെ കഴുമരത്തിൽ തൂക്കിയിട്ട് കത്തിക്കും. She was not allowed to raise her voice or go to school. And what is the punishment for that? കഴുമരത്തിൽ കെട്ടിയിട്ട് കത്തിച്ചു കളയുക. വേറെ എന്തൊക്കെയാണല്ലോ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന്റെ? നിന്റെ മകൾ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മകൾ എന്താ പറയുക, പ്രായപൂർത്തിയായിട്ടോ പ്രായപൂർത്തിയാവാതെയോ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ, രാവിലെയോ രാത്രിയോ അങ്ങനൊന്നും പറയുന്നില്ല, ടൈം സ്പെൻഡ് ചെയ്താൽ അവളെ കഴുമരത്തിൽ കെട്ടിയിട്ട് മരണം വരെ കല്ലെറിയുക. അതാണ് ദൈവത്തിന്റെ വചനം. ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ ബൈബിള് പറയുന്നതാ. അപ്പോഴത്തേക്കും അതിനൊക്കെ എതിരെ നിന്ന് ഫൈറ്റ് ചെയ്ത ആളുകളായിരുന്നു ഇലുമിനാറ്റി. അപ്പോൾ അങ്ങനെ വന്ന് ഇലുമിനാറ്റി 1776 ഫോംഡായി. ഇലുമിനാറ്റി ഗെയിൻഡ് സോ മെനി ഫോളോവേഴ്സ്. ഈവൻ ഡാവിഞ്ചി വാസ് എ വെൽ നോൺ ഇലുമിനാറ്റി ആർട്ടിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇലുമിനാറ്റിക്ക് ഭയങ്കര ഗ്രൗണ്ട്സ് കിട്ടി. നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ അച്ഛന്മാരും എല്ലാം ഇത് ശരിയാണല്ലോ, എൻ്റെ മോൾ എന്തിനാ വേദം പഠിക്കാൻ പോയാൽ അവളെ കത്തിച്ചു കളയുന്നത്, നീ പൊടിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആളുകൾ ഇത് ചെയ്ത് ഇലുമിനാറ്റിയുടെ ആളുകൾ സൊസൈറ്റിയിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സ്ഥലങ്ങളിലെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്ത് തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിവരം കൂടുതലായി പോയല്ലോ. മഷ്റൂം അടിച്ചാതോ എന്തോ ആണോ നമുക്കറിയത്തില്ല. എന്തോ മച്ചന്മാർക്ക് വിവരം കൂടുതലാണ്, സ്മാർട്ടാണ്. കാരണം 100 ബിലീവേഴ്സിന്റെ ഇടയിൽ ഒരു നോൺ ബിലീവർ എന്നാൽ ഹി വിൽ ബി ദ സ്മാർട്ട് വൺ. I'm sure about that because they believe in a delulu that a god is watching me from the cloud. ഹാർപൂൺ വായിച്ച് കുറെ മാലാഖകളൊക്കെ ആയിട്ട് വെള്ളയൊക്കെ ഇട്ട് താടിയൊക്കെ വളർത്തി. So my question is how is this related to modern day Illuminati? Yes, that is where we are coming. അപ്പോൾ അങ്ങനെ ഇലുമിനാറ്റി സ്പ്രെഡ് ചെയ്ത് തുടങ്ങി. സ്പ്രെഡ് ചെയ്ത് എന്താ പറയുന്നത്, ഗോഡ് ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി. പീപ്പിൾ ഇത് ശരിയാണെന്ന് പറഞ്ഞു തുടങ്ങി. ഭയങ്കര അപ്രൈസിങ് തുടങ്ങി, വാർ തുടങ്ങി, വെടിവെപ്പ് ആയി, കഴുമരമായി, തൂക്കിലേറ്റായി. അപ്പോഴത്തേക്കും ഇതെല്ലാം ഇലുമിനാറ്റിയുടെ ആളുകൾ കുറഞ്ഞും തുടങ്ങി. അതേപോലെ തന്നെ കുറയുന്ന കൂടെ ആളുകൾ കൂടാനും തുടങ്ങി. They were literally killing Illuminati people. Anybody who speak about science, anybody who speaks that മഴ പെയ്യുന്നത് ദൈവം കരയുന്നതല്ല, അത് പ്രസിപ്പിറ്റേഷനിലൂടെ ക്ലൗഡ് ഫോം ചെയ്ത് വരുന്ന കണ്ടൻസേഷൻ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇലുമിനാറ്റി ഡെത്ത്. മറ്റൊരു ഫേമസ് ഉണ്ടല്ലോ, എർത്ത് റൗണ്ട് ആണെന്ന് ആദ്യം പറഞ്ഞ ഒരാളുടെ, ഗലീലിയോ. ഗലീലിയനെ കസേര പിടിച്ചിരുത്തിയല്ലോ കൊന്നുകളെന്ന് പറഞ്ഞു. ഗലീലിയോയെ കൊല്ലുകളയെന്ന് പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളാണ്. സയൻസ് പറ്റില്ല, ദൈവവചനം മാത്രം. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഏഞ്ചൽസ് ആൻഡ് ഡിമൺസ് സിനിമ കാണാം. അടിപൊളി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏഞ്ചൽസ് ആൻഡ് ഡിമൺസ് ബൈ ദ വേ ഈസ് ബാൻഡ് ഇൻ സോ മെനി ക്രിസ്ത്യൻ കൺട്രീസ്. യു വിൽ നോ വൈ. അപ്പോ ഇലുമിനാറ്റി 18th century ആയപ്പോഴത്തേക്കും ഇലുമിനാറ്റിക്ക് മനസ്സിലായി നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ പറ്റത്തില്ല. We need ground support. And who else do we have that hate Christians? Muslims. No. Jews. We had the Templars, but we don't have them right now, right? Where are the Templars? They were Freemasons then. Scottish. Yes. അങ്ങനെ സ്കോട്ട്ലൻഡിൽ നിന്നും അവിടെ നിന്നും എല്ലാം പുള്ളി ടെംപ്ലാർ ഹിസ്റ്ററി തപ്പിപ്പോയി ഈ ഫ്രീമേസൺസിനെ കണ്ടുപിടിച്ച്
Illuminati, Freemasons, they made a coalition. മറ്റേ ആഡം വൈഷാപ്പ് ഫ്രീമേസൺസിനെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. വി ആർ ബോത്ത് അഗൈൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ചർച്ചസ്. യുവർ ആൻസിസ്റ്റേഴ്സ് വർ കിൽഡ് ബൈ ദ ചർച്ച്. മൈ ഹോൾ ജനറേഷൻ ഈസ് കിൽഡ് ബൈ ദ ചർച്ച്. ലെറ്റ്സ് മീറ്റ് അപ്പ്. ശത്രുവിന്റെ ശത്രുമിത്രം. അങ്ങനെ ഫ്രീമേസൺസും ഇലുമിനാറ്റി ആളുകളും ഒന്നായി. അത് കഴിഞ്ഞ് 18th century കഴിഞ്ഞിട്ട് ലോകത്തിലെ മുഴുവൻ യൂറോപ്യൻ ഗവൺമെന്റ്സും ഫ്രീമേസൺസ് അപ്പം തന്നെ പവർഫുൾ ആണ്. ഐ ടോൾഡ് യു. ഞാൻ ഇപ്പൊ പറഞ്ഞ വന്ന കണക്ഷൻ മനസ്സിലായല്ലോ. ഫ്രീമേസൺസിന്റെ കാശുണ്ട്, പവർ ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. സ്കോട്ടിഷ് രാജാവിന്റെ അടുത്ത് അവിടെ പോകാൻ പറഞ്ഞാൽ സ്കോട്ടിഷ് രാജാവ് ചാടി അവിടെ പോകും. അമ്മാതിരി പവറാണ്. ഇംഗ്ലണ്ടിനെ തോപ്പിച്ച ടീമാണ്. അപ്പോ ഇംഗ്ലണ്ടിന്റെ ദ മോസ്റ്റ് പവർഫുൾ ആർമിയുടെ ഇൻവേഷൻ റെസിസ്റ്റ് ചെയ്ത് തോപ്പിച്ച് അവർ തിരിച്ചുപോയി. സോ ഇമാജിൻ ദെയർ പവർ ഇഫ് ദേ അറ്റാക്ട്. അങ്ങനെയുള്ളവര് സൊസൈറ്റിയിൽ എവിടെയും പണക്കാരും പൊളിറ്റീഷ്യൻസും ഹിസ്റ്റോറിയൻസും എന്താ പറയുക സയന്റിസ്റ്റുകളുമായി ലോകം മുഴുവൻ യൂറോപ്പും അമേരിക്കയിലെ ഗവൺമെന്റ് ഏജൻസീസ് ഫുൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് തുടങ്ങി. ആൻഡ് ഈ സമയത്ത് ഇലുമിനാറ്റി ആയിരുന്നു ദ മെയിൻ കോസ് ഓഫ് ദിസ് ഇൻഫിൽട്രേഷൻ എങ്കിലും ഇലുമിനാറ്റി വാസ് വെരി ലെസ് പവർഫുൾ കമ്പയർഡ് ടു ദി ഫ്രീമേസൺസ്. ഇലുമിനാറ്റി 3000 പേരല്ലേ 2000 പേരെ പവർഫുൾ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഫ്രീമേസൺസ് 2 ലക്ഷത്തിലധികം പേരുണ്ടായിരുന്നു. So their partnership was good at the beginning, but later on the cause was taken up by Freemasons and Illuminati was sidelined. Appo Illuminati got sidelined and Freemasons got into every government. Freemasons got into every institutions. That's how every big institutions, every big companies, every big government organization is now run by Jewish people. 1800s ജൂയിസം ലോകം മുഴുവൻ പവർഫുൾ ആവാൻ കാരണം ഈ ഇലുമിനാറ്റി ആയിരുന്നു. ഈ ഇലുമിനാറ്റി കാരണം ഇപ്പോൾ ലോകത്തെ എല്ലാം ഈവൻ ഇൻ അമേരിക്ക നിങ്ങൾ എടുത്തു നോക്കിക്കോ. അമേരിക്കയിലെ എലക്റ്റഡ് അല്ലാതുള്ള ടോപ്പ് 50 ഡെലിഗേറ്റ്സ് ഓഫ് അമേരിക്കൻ പൊളിറ്റിക്സ് എടുത്താൽ ഐ അഷ്വർ യു 45 ഓഫ് ദം ഫ്രം 50 വിൽ ബി ജൂയിഷ് പീപ്പിൾ. അമേരിക്കയിലെ ടോപ്പ് 50 കമ്പനീസ് എടുത്തു നോക്കിക്കോ ബൈ റവന്യൂ ഓർ GDP ഓർ വാട്ട് എവർ യു വാണ്ട്, 45 വിൽ ബി ഓഫ് Jewish origin. മനസ്സിലായോ? WHO. So really Hitler was counting for Freemasons. Hitler was, ഞാനിത് പറയാൻ ഒരു ഫുൾ പോഡ്കാസ്റ്റ് ആയിട്ട് പറയാന്ന് വെച്ചതാ. യു ആർ ഗുഡ്. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ്ലറിന്റെ കാര്യം ഇവനോട് പറയും. യു നൗ നോ വൈ ഹിറ്റ്ലർ വാസ് ഡൂയിങ് ദാറ്റ്. ഹിറ്റ്ലറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു കഥ ഞങ്ങൾ 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ ചെയ്യും. You also want to know that part too because we are free citizens. We are allowed to hear both stories. അതുകൊണ്ട് മാത്രം. അപ്പോൾ ഈ ഫ്രീമേസൺസ് ആണ് ലോകം മുഴുവൻ ഇപ്പോൾ സ്പേസ് എക്സ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, എന്താ ആപ്പിൾ ആയിക്കോട്ടെ, ഓപ്പൺ എ ആയിക്കോട്ടെ. ഓപ്പൺ എയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആരുടെ? ChatGPT ആയി ഓപ്പൺ എ ആയി. ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ഗ്രോക്ക് ആരുടെയാ? അതും ഇവരുടെ. യെസ്, every Google, Apple, Samsung, everything is owned by Freemasons or Jewish people. എന്തിനാ? ഫെഡറൽ ബാങ്കിങ് സിസ്റ്റം അമേരിക്കൻ ഡോളർ ആരാ ഓൺ ചെയ്യുന്ന അറിയാവോ? ഫ്രീമേസൺസ്. യെസ്, അമേരിക്കൻ ഡോളർ ബില്ലെടുത്ത് നോക്കിയാൽ മതി, ഫ്രീമേസൺസിന്റെ സിമ്പൽ ഉണ്ട്. അന്ന് റോസലിൻ ചാപ്പൽ വരയ്ക്കാൻ വേണ്ടി അവർ ഒഫീഷ്യലി ഒരു സിമ്പൽ ഉണ്ടാക്കി. ഒരു പൊട്രാക്ടറിന്റെ പോലത്തെ ഒരു സാധനവും ഒരു സ്കെയിലും ഉള്ളത്. ആ സിമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കാം. അതിപ്പോഴും അമേരിക്കൻ കറൻസിയിലുണ്ട്. ഞാനാ അടിക്കുന്നത് കറൻസി, ഞാൻ എന്റെ സിമ്പിൾ ചേർക്കും. ആ 5 കമ്പനീസ് ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ, 5 പ്രൈവറ്റ് കമ്പനീസ്, 5 of them are Jewish Freemason companies. 5 of them. That is our world. Our world is working on Freemasonry. Why this Freemason bloodline is always on the top? Good question, and we are going for that. അപ്പോൾ ഈ ഇന്റലക്ച്വലും മിലിറ്ററി ലീഡേഴ്സും ആൻഡ് bear in mind that all the military leaders including NATO, യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ബ്രിട്ടീഷ്, സ്കോട്ടിഷ് എല്ലാ ഇംഗ്ലീഷുകാരുടെ മിലിറ്ററി ലീഡേഴ്സും ഇപ്പോൾ ജൂയിഷ് ആളുകളായി മാറിക്കഴിഞ്ഞു. ഈവൻ ജൂയിഷ് അല്ലാത്ത രാജ്യങ്ങളിലെ ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ യൂറോപ്യൻ കൺട്രീസ് ഇല്ലേ,
യൂറോപ്യൻ കൺട്രീസിന്റെ എലക്ടഡ് ലീഡേഴ്സിനെ റൂൾ ചെയ്യുന്ന ആരാന്നറിയോ? ജൂയിഷ്. Who is the president of European Union? It's a Jewish woman. Who is the president of NATO? NATO എന്ന് പറയുന്നത് 10-30 രാജ്യങ്ങളുടെ ആർമി ഒരുമിച്ച് ചേർന്നാണ്. The largest military force on earth. Who is the president of that? Jewish. Not America. It's a Jewish guy. Bro, the world is controlled by Freemasons. ഈ ഫ്രീമേസൺസ് ആണ് ലോകം മുഴുവൻ. നമ്മളുടെ കറൻസി, നമ്മളുടെ പട്ടാളം, നമ്മളുടെ മെഡിസിൻ. നമ്മുടെ ബ്ലാക്ക് റോക്ക് ആരാണ്? ഫ്രീമേസൺസ്. ബ്ലാക്ക് റോക്കിന്റെ റോക്കഫെല്ലർ ഫൗണ്ടേഷൻ, ജോൺ ഡി റോക്കഫെല്ലർ ആരാണ്? ഫ്രീമേസൺ. ഈസ് എ ജൂയിഷ് ഗായ്. എല്ലാ വർഷവും അമ്പലത്തിൽ പോയി തലമുട്ടി പറ്റി പ്രാർത്ഥിക്കുന്ന ജൂയിഷ് ഗായ്. Now it makes sense. Yeah, now it makes sense. അപ്പോ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞപ്പോൾ ഫ്രീമേസൺസ് എന്തോ ചെയ്തു? ഇലുമിനാറ്റിയെ അങ്ങ് ബാൻ ചെയ്തു. ബിക്കോസ് ദേ നോ ലോങ്ങർ നീഡഡ് ഇലുമിനാറ്റി. ഇലുമിനാറ്റി എന്ന് പറഞ്ഞത് ഇവർക്ക് ഹെൽപ്പ് ചെയ്തെങ്കിലും ഇത് കഴിഞ്ഞു, നിന്റെ പർപ്പസ് കഴിഞ്ഞു, ഇനി നിങ്ങൾ വേണ്ട, ഞങ്ങൾ എത്താൻ്റെ അടുത്ത് എത്തി, യു ഗൈസ് ചലോ ജാവോ സീനായി തള്ളിക്കളഞ്ഞു, ഇലുമിനാറ്റിയെ ബാൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇലുമിനാറ്റിയെ പറ്റി ലോകത്ത് ഏത് വെബ്സൈറ്റിലോ ഏത് സെർച്ച് എഞ്ചിനിലോ ഏത് പടത്തിലോ ഏത് സ്കൂളിലോ എവിടെ നിന്ന് കേട്ടാലും വാട്ട് ഡു യു ഹിയർ അബൌട്ട് ഇലുമിനാറ്റി? ഇറ്റ്സ് എ വെരി ഈവിൾ ഓർഗനൈസേഷൻ. ഫ്രീമേസൺസിന്റെ സ്ട്രാറ്റജി. യെസ്, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഓപ്പറേഷൻ. ഇലുമിനാറ്റി സ്റ്റുഡ് ഫോർ സയൻസ് ആൻഡ് ഫ്രീഡം ഓഫ് വുമൺ. നൗ ഇലുമിനാറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര വൃത്തികെട്ട ആളുകളെ കൊല്ലുന്ന, നോ, ഈ ആളുകളെ കൊല്ലുന്നതിനും പെണ്ണുങ്ങളെ ചുട്ട് കരിക്കുന്നതിനും എതിര് നിന്ന് മരിച്ചു വീണ ആളുകളാണ് ഇലുമിനാറ്റി. Oh shit, bro. Yeah. You think what we see in Google was right? Bro, it's obvious we are learning the wrong thing. നമ്മളുടെ റൈറ്റിന് വേണ്ടി മരിച്ചവരാണ് ഇലുമിനാറ്റിക്കാർ. അവരിപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഇങ്ങനെ തോന്നുമെന്ന് മനസ്സിലായി. പക്ഷേ ദിസ് ഈസ് ദ ട്രൂത്ത് ഗൈസ്. നിങ്ങൾക്ക് ഇതിൽ പലർക്കും പല ഒപ്പീനിയനും കാണും. നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വന്ന് കമന്റ് ചെയ്യുക, റിസർച്ച് ചെയ്തിട്ട് വന്ന് തെറി വിളിക്കുക. ഇതാണ് സത്യത്തിൽ ഇലുമിനാറ്റി ഒക്കെ ആയിരുന്നല്ലോ റീസൺ സ്പാനിഷ് ഇൻക്വിസിഷൻ ഒക്കെ. ഇലുമിനാറ്റി സ്പാനിഷ് ഇൻക്വിസിഷന് കാരണം ഉണ്ടായിരുന്നിരുന്നു. പിന്നെ ഈ ഒരു ജൂയിഷ് വളർച്ച ലോകം മുഴുവൻ വന്ന് ഈ ജൂയിഷ് ഒരു വൈറസ് ആണെന്ന് കണ്ട് ചുരുക്കം ചില പേർ ഒറ്റയാനായിട്ട് ഇറങ്ങിയതിൽ ഒരാളാണ് ഏഡോൾഫ് ഹിറ്റ്ലർ, ദ ജർമ്മൻ. ഞാൻ പുള്ളിയെ പുള്ളി ഡിഡ് എ ലോട്ട് ഓഫ് ബാഡ് തിങ്സ്, ബട്ട് കമ്പയർഡ് ടു വാട്ട് ദ ജൂയിഷ് ഡിഡ്, ഹി കമ്മിറ്റഡ് വെരി ലെസ് ജനസൈഡ്. എടാ, ഹിറ്റ്ലർ 20 മില്യൺ പേരെ കൊന്നെങ്കിൽ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് 800 years these Freemasons or Knight Templars killed thousands of millions of people. There was no records. You go to the Freemasons, വഴി മാറടാ, no. മനസ്സിലായോ? And that was happening on an hourly basis for 800 years. Bro, imagine the power. ഇപ്പോഴും അറിയാതെ how are they still on top? Bro, they own the financial system from the last 800 years. അന്നത്തെ ബോണ്ടുകൾ തുടങ്ങി ഇന്നത്തെ US ഡോളർ മുതൽ ഇന്നത്തെ സൗദി, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ they have the most gold. Yes, they have the most gold and now they have the most oil. You think Saudi owns the oil? No. കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ടാണ് സൗദിക്കും ഇറാനും ഇറാഖിനും ഒക്കെ അവരുടെ ഓയിലിൽ കൈവെക്കാൻ പോലും സമ്മതിച്ചത്. നിങ്ങൾ പെട്രോൾ ഡോളർ എന്ന് കേട്ടിട്ടുണ്ടോ? പെട്രോ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീമേസണറി പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഡോളറിന്റെ ഒരു പാക്റ്റാണ്. സൗദി അറേബ്യ, ഇറാൻ, സിറിയ ഇതുപോലുള്ള ഓയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഓയിൽ ഒറ്റ രീതിയിലേ വിൽക്കാൻ പറ്റും. യെസ്, യു ക്യാൻ ഓൺലി ട്രേഡ് ഓയിൽ ടു എനി കൺട്രി യൂസിങ് ഡോളർ. ഞാനിപ്പോൾ ഇന്ത്യ 100 രൂപയ്ക്ക് എനിക്ക് എണ്ണ വേണമെങ്കിൽ ഞാൻ 100 രൂപയായിട്ട് പോയി സൗദി അറേബ്യയിൽ കൊടുത്താൽ പറയും എണ്ണ തരാൻ പറ്റത്തില്ല. ഇപ്പം മാറ്റിയല്ലോ, ഇപ്പം മാറ്റി വരുന്നു, എണ്ണ തരാൻ പറ്റത്തില്ല. ഏതാ കഴിഞ്ഞ ഫസ്റ്റ് വേൾഡ് വാർ തൊട്ട് ഇങ്ങനെ എണ്ണ തരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നീ ഡോളറായിട്ട് വരണം, എന്നാലേ തരത്തുള്ളൂ. അതെന്താ? ഡോളറായിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അമേരിക്കൻ ഫ്രീഡം കിട്ടും. അമേരിക്കൻ ഫ്രീഡം എന്താ? ബോംബിടും. അത് ഈയിടെ ജയശങ്കർ വന്നതിന് ശേഷം മാറ്റി. ജയശങ്കർ വന്നതിന് ശേഷം മാറ്റി. കാരണം ആദ്യമായിട്ട് നമ്മൾ പൈസ യുവാൻ കൊടുത്ത് ഓയിൽ വാങ്ങി. യുവാൻ, ചൈനീസ് കറൻസി.
എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസി ഒന്നും ആർക്കും വേണ്ട. ഇന്ത്യ വലിയ രാജ്യമാണെന്നൊക്കെ പറഞ്ഞാലും കമ്പയർഡ് ടു സൗദി അറേബ്യ, ചൈന, റഷ്യ, ഇന്ത്യ ഈസ് നത്തിങ്. ആൻഡ് ഇറ്റ്സ് ഗ്രോയിങ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോ ബ്രിക്സിന്റെ കറൻസി നോട്ട് ഫേക്ക് ആണോ? അത് ഒഫീഷ്യൽ അല്ല. അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പോ ഈ ഇലുമിനാറ്റി എന്ന് പറയുന്നതിലൊക്കെ നമുക്ക് തിരിച്ചു വരാം. ഇലുമിനാറ്റി I need 15 minutes. Okay. അപ്പൊ ഇലുമിനാറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഡു യുവർ റിസർച്ച്. ഈ ഇലുമിനാറ്റി പന്നനാന്ന് പറയുന്ന എല്ലാ ന്യൂസ് ആർട്ടിക്കിളും, എല്ലാ ന്യൂസ് ചാനലും, ഗൂഗിൾ ഉൾപ്പെടെ, they are owned by Freemasons who want the Illuminati word as a bad thing or erased. ഇവരെന്തൊക്കെ ചെയ്തിട്ടുള്ള തൊട്ടിത്തരം അല്ല ഇലുമിനാറ്റിയുടെ തലേന്നുണ്ട് വെക്കുക. അത് മാത്രമല്ല, ഇലുമിനാറ്റിക്ക് വോയിസ് വന്നാൽ ഫ്രീമേസൺസ് കാണിച്ച തൊട്ടിത്തരങ്ങളല്ല ഇപ്പൊ ഞാൻ പറയുന്ന പോലെ തെളിവോടെ അവർക്ക് തരാൻ പറ്റും. ഞാൻ പറയുന്നത് ഇപ്പൊ തെളിവിന്റെ തെളിവ് എടുത്തിട്ടാണ്. Freemasons have every direct records and they don't want that coming out. അപ്പോ അങ്ങനെ വന്നതാണ് ഇത്. So what's your next point coming? അപ്പോ ഈ 20th സെഞ്ചുറിയിലേക്ക് നീ എങ്ങനെ കണക്ട് ആയെന്ന് ചോദിച്ചു. 20th സെഞ്ചുറിയിലെ ഫ്രീമേസൺറി ആണ് ദ ബൊഹീമിയൻ ഗ്രൂവ്. ഓക്കെ. അതിലേക്ക് കയറാനാണ്, ഈ ഫ്രീമേസൺറിയിലോട്ട് കയറാനുള്ള പല ചടങ്ങുകളും കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബൊഹീമിയൻ ഗ്രൂവ് ഒരു കൾട്ടാണ്, ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ദേ സ്റ്റിൽ പ്രാക്ടീസ് റിച്വൽ. ഹൂ അതർ പ്രാക്ടീസ് റിച്വൽസ് ബാക്ക് ദെൻ? The person, the Knight Templars, who were renamed as Freemasons, who is now renamed in the 20th century as the Bohemian Group Club. അവർ മാത്രമല്ല, ജൂയിസം ഫ്രീമേസൺസിന്റെ മാത്രം ഒരു കൾട്ടായിട്ടുള്ള വേറൊരു സാധനമുണ്ട്, ദ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ്. ഇനി അതുപോലെ വേറൊന്നുണ്ട്, ദ ട്രൈലാറ്ററൽ കമ്മീഷൻ. ഇനി അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, UN മാത്രമല്ല. എങ്ങനെയാ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സൂപ്പർമാനെ കൊല്ലാൻ ലെക്സ് ലൂതർ കമ്പനി വരത്തില്ലേ, അതുപോലെ എർത്തിനെ കൊല്ലാൻ വരുന്ന സാധനമാണ് ദ വേൾഡ് എക്കണോമിക് ഫോറം. പേരൊക്കെ നിങ്ങൾ കേൾക്കണം. ദ ഫെഡറൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ, മോസ്റ്റ് സക്സസ്ഫുൾ, ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഓൺഡ് ബൈ ഫ്രീമേസൺസ്, ജൂതന്മാരുടെയാണ്. അതുപോലെ തന്നെയാണ് വേൾഡ് എക്കണോമിക് ഫോറം. അതിനകത്തെ അതിന്റെ പ്രസിഡന്റിനെ ഒന്ന് കാണാം, ക്ലോസ് ഷോബ് എന്ന് പറയുന്നത്. ഒരു ഡിമോണിക് സാധനമാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിലെ ക്ലോസ് ഷോബിന്റെ ഞാൻ ക്ലിപ്പിംഗ്സ് ഞാൻ ഇടാം, ഒരു വീഡിയോ കിട്ടുകയും അത് തന്നെ ഇടാം. അയാൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ മോട്ടോ എന്താണെന്ന് അറിയാവോ? You will own nothing and you will be happy. വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത് within 20 years you humans will have the liberty to not travel beyond 20 kilometers in your whole life. എന്ന് പറഞ്ഞാൽ they are gonna build cities. ആ സിറ്റിയിൽ 5 കിലോമീറ്ററിനകം ഹോസ്പിറ്റൽസ്, 5 കിലോമീറ്ററിനകം സ്കൂൾ എല്ലാം ഉണ്ട്. ബട്ട് യു വിൽ നെവർ ബി അലൗഡ് ടു ട്രാവൽ ടു അനദർ സ്റ്റേറ്റ് ഓർ സിറ്റി. നിങ്ങൾക്ക് അത് കാണേണ്ട ആവശ്യമില്ല. വി ആർ ഹ്യൂമൻസ് ബട്ട് വി ആർ നോട്ട് ഹ്യൂമൻസ്. ഞങ്ങളെ തോട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ബഹീമത്ത് ചുമതലപ്പെടുത്തിയേക്കാണ് മനുഷ്യരെ വാച്ച് ചെയ്യാൻ. യു ഗൈസ് ബി ഒബീഡിയൻറ്റ് ആൻഡ് വി വിൽ പ്രൊവൈഡ് ഫോർ യു. Are intrinsically connected to one another as profound challenges to mankind, such as climate change, are globally interconnected and require collaborative responses. We have to uphold our responsibility, which we have towards the next generation, and which we can only fulfill through collaboration on a national and on a global level. I wish you an impactful and successful meeting. ഇതാണ് നടക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം. അയാളുടെ ഇത് ഞാൻ ക്ലിപ്പിംഗ്സ് ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത്. അപ്പോഴത്തേക്കും ഈ വേൾഡ് എക്കണോമിക് ഫോറം എന്താണ് ചെയ്യുന്നത്? ഈ ഫ്രീമേസൺ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. മോണാർക്കി ഡിസ്ട്രോയ് ചെയ്യുക, രാജ്യംസ് അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഡെമോക്രസീസ് ഇതെല്ലാം നശിപ്പിക്കുക. ഇവരുടെ ഇതെന്താണ്? വൺ വേൾഡ് ഗവൺമെന്റ് കൊണ്ടുവരിക. ബെഹിമത്ത് റൂൾസ് ഓവർ ദ വേൾഡ് ത്രൂ അസ്. അതല്ലേ ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞത്, നോവിസ് ഇക്ടസ്, ഹി അപ്രൂവ്സ് ഓഫ് അവർ വർക്ക്. ദ ഐ ഓഫ് ഹോറസ്.
അത് കിട്ടിയത് ഞങ്ങളുടെ ബഹീമത്തിനാണ്. ആൻഡ് ഹീ അപ്രൂവ്സ് അസ് ഓഫ് അവർ വർക്ക്. ഞങ്ങളുടെ ജോലി ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ചേക്കുവാണ്. യു ഹ്യൂമൻസ് ആർ അറ്റ് ദി ബോട്ടം ഓഫ് ദി പിരമിഡ്. ഫ്രീ മേസൺസ് ആയിട്ടൊരു റിയൽ കമ്മ്യൂണിക്കേഷൻ കിട്ടിയെന്ന് വളരെ റിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്രയും നോ ബട്ട് ഐ വിൽ ടീച്ച് യു ഹൗ. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്. അപ്പോൾ ഫ്രീമേസൺസ് എങ്ങനെയാണ് ഇത്രയും പേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇത്രയും പേരെ ചെക്ക് ചെയ്യുന്നത്, ഇത്രയും പേരെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ ഫ്രീമേസൺസ് അല്ലെങ്കിൽ WF അല്ലെങ്കിൽ നൈറ്റ് ടെംപ്ലാർസ് ഇതെല്ലാം ഒന്നാണ്. ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്? ദേ റിക്രൂട്ട് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഓഫ് ദി എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ, ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ലീഡേഴ്സ്, ഇവരെ എല്ലാം എന്താ ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങും. പൈസ അല്ലെങ്കിൽ ഫെയിം. നോട്ട് അടിക്കുന്നത് ഞാനാ, എനിക്ക് പണം പ്രശ്നമല്ല. എൻ്റെ ഈ കമ്പ്യൂട്ടർ നോട്ട് അടിക്കുന്ന മെഷീൻ ആണെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് 5,000,000 എടുത്ത് എൻ്റർ അടിച്ചാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഇത്ര 5 ലക്ഷം രൂപ വരും. സോ മണി ഈസ് നോട്ട് ദ ഫാക്ടർ, ബട്ട് വാട്ട് ദേ വാണ്ട് ഈസ് എ വൺ വേൾഡ് ഗവൺമെന്റ് റൂൾഡ് ബൈ ബഹീമത്ത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എളുപ്പം എങ്ങനെയാണ്? ഈ നമ്മൾക്ക് എല്ലാവർക്കും മട്ടാണ്, ഈ താഴെ കിടക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മട്ടാണ്. ആരെങ്കിലും ആരാധിക്കണം. അതിപ്പോൾ ദൈവമായാലും ശരി, പൊളിറ്റീഷ്യൻസ് ആയാലും ശരി, സിനിമാ നടന്മാരായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഇതാണ് എന്തുവാണ് കോൺസേർട്സ് ആയാലും ശരി. അപ്പോൾ ആർട്ടിസ്റ്റുകൾ, ഈ ആർട്ടിസ്റ്റുകൾ കാണിക്കുന്ന ചില സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തൊട്ട് ഒരു 10-100 ഫോട്ടോ വരും. എല്ലാവരുടെയും ഞാൻ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ആർട്ടിസ്റ്റുകൾ ഈ ഫ്രീമേസൺസ് അല്ലെങ്കിൽ ഈ നൈറ്റ് ടെംപ്ലാർസുമായിട്ട് ലോയൽറ്റി കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദേ റിപ്ലിക്കേറ്റ് ദ സിമ്പിൾ ഓഫ് ദി ഐ ഓഫ് ഹോറസ്. ഒന്നെങ്കിൽ ഒരു കണ്ണ് ഇങ്ങനെ കാണിക്കും, ഒരു കണ്ണ് മാത്രം, അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രം മൂടും. കാരണം അവരുടെ ദൈവത്തിന് ഒരു കണ്ണേ ഉള്ളൂ. ഇപ്പൊ ജീസസിനെ കുരിശ് വെച്ച് കാണിക്കുമെങ്കിൽ ഹോറസിനെ കാണിക്കണമെങ്കിൽ ഒറ്റ കണ്ണൻ ദൈവം. അതുപോലെ തന്നെ പിരമിഡ്, ഈ തോട്ടാണ് പിരമിഡ് പണിഞ്ഞതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? തോട്ട് ദി അറ്റ്ലാന്റിയൻ ആണ് പിരമിഡ് പണിഞ്ഞത്. അപ്പോൾ ഈ പിരമിഡിന്റെ സിമ്പിൾ കാണിക്കും. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾസ് കാണിക്കുന്നത് ലൂസിഫേറിയൻ സിമ്പിൾസ് ആണ്. ആ ലൂസിഫർ എന്ന് പല മതങ്ങൾ പറയുന്നു. അതേ ആളാണ് ഈ ഫ്രീമേസൺസിന്റെ ദൈവം. ഈ ബഹീമത്ത് ഈസ് കൺസിഡേർഡ് ആസ് എ ഈവിൾ സാത്താൻ ഇൻ ക്രിസ്ത്യാനിറ്റി. ദ സെയിം പേഴ്സൺ ഇൻ ഫ്രീമേസൺറി ഈസ് കൺസിഡേർഡ് ആസ് ദി അൾട്ടിമേറ്റ് ഗോഡ്. ബാറ്റിൽ ഓഫ് ഗോഡ്സ്. So in essence, the war Iran and Gaza is fighting can be justified in another talam if you think like that. മനസ്സിലായോ? It's a war against behemoth. Too deep. Yeah, too deep shit ആണ്. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഗാസക്കാരെ കുറ്റം പറഞ്ഞില്ല. ഈ വെട്ടാനും കുത്താനും ബോംബിടാൻ പോകുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല. Only the leaders know what is happening. It's a war between behemoth and the rest of the world. മനസ്സിലായോ? യു നോ? യാ. ജൂതന്മാരുടെ ഏറ്റവും വലിയ എനിമീസ് മുസ്ലിംസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് അതും കൂടെ പറയാം. അപ്പോൾ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ തന്നെ എത്ര ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ ഉണ്ട്. ഓക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലുവൻസ് മാത്രമല്ല, എത്ര ഇന്റർവ്യൂസിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് അവര് അൺഇമാജിനബിൾ പൈസ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ദേ വോണ്ട് ടു ഡു വിയർഡ് ഷിറ്റ്. അതിന് കുറെ ഇന്റർവ്യൂസ് മറ്റേ ഒരു കൊമീഡി കെവിൻ ഹാർട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റേ ജിം കാരി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പേര് പറയും, സെല്ലിംഗ് ദെയർ സോൾ, ദ സോൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഫ്രീമേസണറി വഴി എനിക്കൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ, ഇഫ് ഐ എം എ പേഴ്സൺ ഹു ഈസ് ഏബിൾ ടു ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് പീപ്പിൾ, ഐ വിൽ ഗെറ്റ് എൻ ഓഫർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കണം. ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചാൽ എനിക്ക് ഓഫർ വരും. ഓഫർ വന്നാൽ ഐ ഹാവ് ടു സെൽ മൈ സോൾ. സെലീന ഗോമസ് ഒക്കെ ഈ സെൽ മൈ സോൾ എന്ന് പറയുന്ന കോൺട്രാക്ട് വായിക്കുന്ന വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം? മൈ ഡ്രസ്, മൈ ഡയറ്റ്, മൈ മെഡിക്കേഷൻ, മൈ വേർഡ്സ്, മൈ സോങ്, മൈ മൂവീസ്, എവറിത്തിങ് ഈസ് ഡിസൈഡഡ് ബൈ a company, a Jewish company. But I will be getting paid. I will be getting all the things physically possible I can.
എനിക്ക് ലംബോഗിനി വേണം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നീഡ് മണി, ഐ വിൽ ഗെറ്റ് ദ ലംബോഗിനി നെക്സ്റ്റ് ഡേ. ഒന്നുമില്ല, ലോകത്തിലെ ഏറ്റവും വലിയ PR ഏജൻസി, ലോകത്തിലെ ഏറ്റവും വലിയ PR ഏജൻസി, ദ ഏജൻസി വർക്കിംഗ് ഫോർ ഗോഡ് ഇറ്റ് സെൽഫ്. അതിലും വലുതൊന്നുമില്ലല്ലോ. അപ്പോൾ ആ PR ഏജൻസിക്ക് വേണ്ടി ആളുകൾ ഇത് ചെയ്യും. അപ്പോൾ ഇമാജിൻ, ഞാനിപ്പോൾ പടം കൊടുക്കാം, ഒരു സ്റ്റേഡിയം മുഴുവൻ ആളുകളാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനെക്കാട്ടി വലിയ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ കോൺസേർട്സ് നടക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ആ സ്റ്റേഡിയത്തിലെ ഫുൾ ക്രൗഡ് ഇങ്ങനെ ചിയറപ്പായിട്ട് എനർജിയിൽ ആളുകൾ കൈ വെക്കുന്നു, കാല് വെക്കുന്നു, ആവാഹിക്കുന്ന പോലുള്ള സ്റ്റെപ്പുകളാണ് നടക്കുന്നത്. അപ്പോഴത്തേക്കും ആ സെലിബ്രിറ്റി വന്നിട്ട് ഒരു ഇലുമിനാറ്റി സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഫ്രീമേസണറി സിമ്പിൾ കാണിക്കുകയാണ്. Nobody would notice. But why do they have to? Why എന്നുള്ള ചോദ്യം പറയുന്നതിന് മുന്നേ ഞാൻ പറയും, എന്തായാലും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിന് മുന്നേ, is it obvious or was it just an accident? Never an accident. Yes. ഇത്രയും പേരുടെ മുന്നിൽ എവറി 3 സെക്കൻഡാണ് അവര് ഈ 10 ലക്ഷം പേരുടെ മുന്നിൽ, സ്റ്റേഡിയത്തിൽ 10 ലക്ഷം പേരാണെങ്കിൽ സ്ട്രീം ചെയ്യുന്നത് കോടിക്കണക്കിന് പേരാ. 3 മിനിറ്റ് എന്ന് വെച്ചാൽ 180 സെക്കൻഡാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. ആ 180 സെക്കൻഡിൽ എവറി സെക്കൻഡ് ഈസ് ക്യൂറേറ്റഡ്. എവറി സെക്കൻഡ് ഈസ് വർത്ത് millions of dollars. ആൻഡ് ദാറ്റ് സെക്കൻഡിൽ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഇങ്ങനെ ട്രയാങ്കിൾ കാണിക്കുക, അല്ലെങ്കിൽ ഒറ്റക്കണ്ണ് കാണിക്കുക, അല്ലെങ്കിൽ 666 കാണിക്കുക, ദാറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് എന്തിനാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, നീ വൈ എന്ന് ചോദിച്ചു. ദിസ് ഈസ് ടു ഷോ ദാറ്റ് ഇതുപോലത്തെ 3-4 സിമ്പിൾസ് ഉണ്ട്. മെയിൻലി ഇത് കാണിക്കുന്നത് ഐ ആം ഷോയിങ് ദാറ്റ് പീപ്പിൾ ദാറ്റ് ഐ ആം ഡൂയിങ് ദിസ് ഫോർ യു ഗൈസ്. ദിസ് ഈസ് ദ സോൾ കോൺട്രാക്ട്. ഇത്രയും പേരെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ millions of people ഉണ്ട്. റിക്രൂട്ട് മീ. രണ്ടാമത്തെ സിമ്പിൾ 3 സിമ്പിൾസ് ഉണ്ട്. ഒന്ന്, റിക്രൂട്ട് മീ എന്ന് പറയുന്ന സിമ്പിൾസ്, ദാറ്റ് ഈസ് ഡൺ ബൈ ആമേച്ചർ ട്രൈങ് ടു ബി ദ പാർട്ട് ഓഫ് ദി കൾട്ട്. എന്ന് പറഞ്ഞാൽ ഫ്രീമേസണറിയിലോട്ട് എന്നെ ഹയർ ചെയ്യൂ. ഐ വാണ്ട് മണി, ഐ വാണ്ട് ദിസ് എവറിത്തിങ്, ഐ വിൽ ഗിവ് യു ഓൾ ദിസ് ജങ്ക് പീപ്പിൾ ടു യു. നീ ഇപ്പോഴത്തെ കോൺസേർട്സിന്റെ ഫോട്ടോ ഞാൻ 2 ഇടാം. ഡിമോണിക് ആസ് ഹെൽ കണ്ടിട്ടുണ്ടോ? ഡീമൺ ക്ലോത്ത്സ്, ഡീമൺ മേക്കപ്പ്, ഡീമൺ പാട്ട്. എന്നിട്ട് അത് മാത്രമല്ല, ഈ സോൾ കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്ത എല്ലാ സെലിബ്രിറ്റീസിന്റെ പോസ്റ്റ് നോക്കിക്കോ. ആന്റി ഫാമിലി, പ്രൊമോട്ടിംഗ് ഡിവോഴ്സ്, പ്രൊമോട്ടിംഗ് കില്ലിംഗ് ചിൽഡ്രൻ ഓൺ വൂംബ്, അബോർഷൻ, പ്രൊമോട്ടിംഗ് ഗേ, പ്രൊമോട്ടിംഗ് ലെസ്ബിയൻ. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഗെറ്റ് മാരീഡ്, ഹാവ് എ നൈസ് കിഡ്, ഹാവ് എ നൈസ് ഫാമിലി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നോ. അപ്പോൾ ഇവരുടെ മോട്ടോ തന്നെ ഇതാണ്, ഫാമിലി യൂണിറ്റ് നശിപ്പിക്കുക എന്നുള്ളതാണ് ഫ്രീമേസൺസിൻ്റെ ഇത്. അതിനു വേണ്ടിയുള്ള ഏജൻസ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ സിമ്പിൾസ് കാണിക്കുന്നതെല്ലാം. അപ്പം നിങ്ങൾ പറയും, എല്ലാ സെലിബ്രിറ്റീസും അങ്ങനെ അല്ലല്ലോ മച്ചാനെ. ഞാൻ 140 പടം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചികിച്ചിക്കിച്ചിക്കാന്നിപ്പോൾ വരും. അത് എല്ലാവരും കണ്ടോണം. എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് അറിയാമെന്നറിയാം. എല്ലാം ഞാൻ ഇടുന്നില്ല, നമുക്ക് അറിയാവുന്നവരെ മാത്രം ഇടാം. അപ്പോൾ 3-4 സിമ്പിൾസ് ഉണ്ട്. ഏതൊക്കെ സിമ്പിൾസ് ആണ് ഞാൻ പറയാം. ഒന്ന്, ഹൈ ഓഫ് ഹോറസ് എന്ന് പറഞ്ഞാൽ 1 ഐ അടച്ചു വെച്ചിട്ട് പെർഫോം ചെയ്യും എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ 1 ഐ ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫ്രീമേസണറിയുടെ PR ഏജൻസ്, മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവരെ വാച്ച് ചെയ്യുന്നത്, അവർ കാണുന്ന ഉറപ്പുള്ള സ്ഥലത്ത് 1 ഐഡ് സിമ്പിൾ കൊടുക്കും. ദാറ്റ് മീൻസ് ഐ ആം ലോയൽ ആൻഡ് 1 ഐഡ് ഇത് കാണിക്കുന്നവരുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഓൾറെഡി ജോയിൻഡ് എ പാർട്ട് ഓഫ് ഫ്രീമേസണറി ആൻഡ് ഐ ആം ഓൺ വർക്ക്. കാരണം ഈ ഐ കാണിക്കുന്നവർ ഒരിക്കലും ഒരു ഒറിജിനൽ ഫ്രീമേസനെ കണ്ടിട്ടുണ്ടാവത്തില്ല. ഈ PR വർക്ക് ചെയ്യിക്കുന്ന ആൾക്ക് പോലും അറിയത്തില്ല ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് എവിടുന്ന് ഒരു പേപ്പർ വരുന്നു, നീ ഇങ്ങനെ ചെയ്യണം എന്ന് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ആർട്ടിസ്റ്റിനും ഇവർക്കും ഒന്നും ആരാന്ന് അറിഞ്ഞുകൂടാ. അപ്പം ദ ഓൺലി വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ റിയൽ മേസൺസ് ഈസ് ത്രൂ എന്താ പറയുന്നത്, ആക്ഷൻസ്. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവരുടെ PR ആണ്, കണ്ടോ എൻ്റെ കൂടെ 4 ലക്ഷം പേരുണ്ട്, ആൻഡ് ഐ എം സ്റ്റിൽ ഡൂയിങ് ദിസ്, ഐ എം ലോയൽ ടു യു. ഇങ്ങനെ കാണിക്കുന്നവരുടെ എല്ലാവരുടെയും ഞാൻ പടം കൊടുക്കും. അതാണ് ഒന്നാമത്തെ സിമ്പിൾ. രണ്ടാമത്തെ സിമ്പിളാണ് എന്താ പറയുന്നത്, ഡിസ്റപ്റ്റേഴ്സ്. ഡിസ്റപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദ ഹാൻഡ് സിമ്പിൾ ആണ്. ദ ഹാൻഡ് സിമ്പിൾ എന്ന് പറയുമ്പോൾ ബഹീമത്തിന് ഈ സിമ്പിളും ഉണ്ട്, ഈ സിമ്പിളും ഉണ്ട്. ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലവ് ചിഹ്നമാണ്, റോക്കോണ നടക്കുന്നൊക്കെ നമ്മൾ പറയും. ബട്ട് നോ, ദിസ് ഈസ് ദ സിമ്പിൾ ഓഫ് സാറ്റൻ. ദിസ് ഈസ് ദ സിമ്പിൾ ഓഫ് ബഹീമത്ത്. ഈ ബഹീമത്തിൻ്റെ സിമ്പിൾ കാണിക്കുന്നവരുടെ എന്താന്ന് വെച്ചാൽ
അത് മോസ്റ്റ്ലി കുറച്ചും കൂടി പവറുള്ള ആളുകളാണ്, കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളെക്കാട്ടിയും കൂടുതൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആർട്ടിസ്റ്റുകൾ വളർന്ന് വലുതായ ആളുകളായിരിക്കാം. ഈ റിക്രൂട്ട്മെന്റ് സ്റ്റേജൊക്കെ കഴിഞ്ഞ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഐ എം സ്റ്റിൽ ലോയൽ ടു യു. അത് മാത്രമല്ല കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹീമത്ത് സിമ്പൽ കാണിക്കുന്ന ആളുകൾ വളരെ വലിയ പൊളിറ്റീഷ്യൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കും. അപ്പോൾ അവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളും ഈ കറണ്ട് വേൾഡ് ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് ആൻഡ് വി അലൈൻ വിത്ത് ദ ന്യൂ വേൾഡ് ഓർഡർ. ഇതാണ് അതിൻ്റെ സിമ്പൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ പൊളിറ്റീഷ്യൻ നരേന്ദ്രമോദി വന്ന് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മീനിങ് ദാറ്റ് ഹി ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഫ്രീമേസൺസ് ആൻഡ് ദ ഫ്രീമേസൺസ്, ഇഫ് നരേന്ദ്രമോദി ഈസ് ഗുഡ് ഇനഫ് ഫോർ ദം, ഹി വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ്. അതാണ് ഡിസ്റപ്റ്റേഴ്സ്. ഡിസ്റപ്റ്റേഴ്സിൻ്റെ പടമെല്ലാം ഞാൻ ഇവിടെ കൊടുക്കും, കുറേ ഉണ്ട്. അത് കഴിഞ്ഞാണ് ദ പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന ആളുകൾ എന്താ പറയുന്നത്, ഇലുമിനാറ്റി അല്ല, ഈ ഫ്രീമേസണറിയിലോട്ട് ചേരാൻ പ്രോസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. അത് റെസ്യൂമെ കൊടുക്കുന്ന ആളുകളാണ്. റെസ്യൂമെ കൊടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കണ്ണിൽ ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ ഈ സിമ്പിൾ കാണിക്കും. യു നോ വാട്ട് ദിസ് സിമ്പിൾ ഈസ്, നെവർ ദിസ് ബട്ട് ദിസ്. നോട്ട് ദ ഹൈ ഓഫ് ഹോറസ്. 3 6s. 6 6 6 3 6. ഈ 6 ഒന്നെങ്കിൽ കണ്ണി വെക്കും, അല്ലെങ്കിൽ ഇവിടെ വെക്കും, അല്ലെങ്കിൽ 2 കയ്യിലും വെക്കും. 666, ദ സിമ്പിൾ ഓഫ് സാറ്റൻ. അങ്ങനെ 666 കാണിക്കുന്ന ആളുകളെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് 15 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യൂ, എൻ്റെ റെസ്യൂമേ ആണിത്, എന്നെ ഒന്ന് എടുക്കൂ, ഇതാണ് കാണിക്കുന്നത്. യങ് സെലിബ്രിറ്റീസ് എല്ലാം ഇതാണ് കാണിക്കുന്നത്. യു ഗൈസ് ചെക്ക്. ആൻഡ് ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കും, നിങ്ങൾ വിടരുത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലാണ്. ആൻഡ് ഇത് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ their willingness to give their influence to people. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് വേണേലും ഇൻഫ്ലുവൻസ് ചെയ്തോ, നീ എനിക്ക് 10 കോടി രൂപ തന്നാൽ മതി, ഞാൻ ഏത് സാത്താൻ പാട്ട് വേണേലും പാടിക്കോളാം, ഞാൻ ഏത് ബഹീമത്തിൻ്റെ പടം വേണേലും വെച്ചോളാം എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഐ ആം റെഡി ടു സെൽ മൈ സോൾ. ഇനി ഇതുപോലുള്ള ലാസ്റ്റ് കാറ്റഗറിയാണ്. ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് ദി ഹാൻഡ്സ് ഫോൾഡഡ് ഡൗൺ ഇൻ ടു എ ഡയമണ്ട് ഷേപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either like this or like this. Top G, American president. Even our Narendra Modi had done in a very SEO meeting. പുള്ളി ഒരിക്കലും അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഒരു ദിവസം നമ്മുടെ ബിഗ് ബോസിലെ റോക്കി ഇല്ലേ, പുള്ളിക്കാരൻ്റെ അടുത്തൊരു മീറ്റിങ്ങിന് പോയി, ഞാൻ അറിയാതെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കൈ നോട്ടീസ് ചെയ്ത് പോടാ. പുള്ളി റൂമിൽ കയറിയാൽ ആദ്യമേ നോട്ടീസ് തന്നെ കഴിയുക. പുള്ളി വിചാരിച്ച് ഇവൻ ഫ്രീമേസൺ ആണെന്ന്. അപ്പോഴത്തേക്കും ഇതാണ് പറയുന്നത്, ഇങ്ങനെ കറക്റ്റ് സിമ്പിളായിട്ട്, അതും ഹൈ പ്രൊഫൈൽ മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിഗ്നലിംഗ് ദ അതർ ഗൈസ് ദാറ്റ് ഐ ആം റെപ്രസെൻറ്റിംഗ് ദം. ഇങ്ങനെ കാണിക്കുന്ന ആളുകളെ ഈസ് ഹൈലി എന്താ പറയുന്നത്, ഏറ്റവും താഴത്തെ തട്ടിലല്ല, പിരമിഡിൻ്റെ 2ാമത്തെ തട്ടിലോ 3ാമത്തെ തട്ടിലോ എത്തിയിട്ടുണ്ട്. They are in direct contact with them. ഇതിങ്ങനെ ആരൊക്കെ കാണിക്കുന്നത്, ബറാക്ക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്, ബെഞ്ചമിൻ നെത്തന്യാഹു, ഈ ലെവൽ ആളുകളാണ്, ക്ലോസ് ഷോബ്, ഈ ലെവൽ ആളുകളാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫോട്ടോസ് എല്ലാം ഞാൻ കൊടുക്കാം. അപ്പം ഇത് ആരൊക്കെയാണ്, ഇത് പൊളിറ്റിക്കൽ ഓർ ബിസിനസ് ലീഡേഴ്സ്. സ്റ്റീവ് ജോബ്സ് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ടിം കുക്ക് ചെയ്തിട്ടുണ്ട്. ടിം കുക്ക് അല്ല, ഇപ്പോഴത്തെ അല്ല, കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കാണിച്ചിട്ടുണ്ട്. അത് ഈ ഫ്രീമേസൺസുമായിട്ടുള്ള അലീജിയൻസ് ആണ് കാണിക്കുന്നത്. ദേ ഹാവ് ദ പവർ ടു മാനിപ്പുലേറ്റ് എൻറ്റയർ നേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്, ഗവൺമെൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ ഈ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ദേ മൈറ്റ് ബി ഓർ മൈറ്റ് നോട്ട് ബി ഇൻ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ റിസർച്ചേഴ്സ് വിശ്വസിക്കുന്നത് വി ഡോണ്ട് നോ ഹൂ കൺട്രോൾസ്, വി ഓൺലി നോ വൺ തിങ്. There are 13 families and we don't even know the name of the 12 families. ഈ 13th ലെവലിലെ ബ്ലഡ് ലൈനിലെ ഏറ്റവും താഴത്തേനകത്തുള്ളവരാണ് റോക്കഫെല്ലറും റോത്ത്ചൈൽഡും. ഈ റോത്ത്ചൈൽഡിൻ്റെ ഒക്കെ മുകളിലുള്ള ഫാമിലി ആരാന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ 12 ഫാമിലീസ് മുകളിലുണ്ട്. ഇവരൊക്കെ ഏത് കോണ്ടിനെന്റിലാണ്, ഇനി വേറെ കോണ്ടിനെന്റ് ഉണ്ടോ? അന്റാർട്ടിക്കയിൽ വരെ ഇവർക്ക് സ്ഥലമുണ്ട്. അന്റാർട്ടിക്കയിലോട്ട്
റോക്കഫെല്ലറിന്റെ ഒക്കെ പ്ലെയിൻ എല്ലാ ദിവസവും പോകും, സപ്ലൈയിങ് വിത്ത് ഓയിൽ, ഫുഡ്, ചിക്കൻ കറി, മട്ടൻ കറി എല്ലാം ആയിട്ട്. വി ഡോണ്ട് നോ. ആൻഡ് പോകുന്നത് വലിയ ബങ്കേഴ്സ് ആയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് ഫോർ ഫീഡിങ് 10,000 people. We don't even know where they are. ചിലപ്പോൾ there are theories that half of the world is shared by us peasants and half of the world is for them 12 families. That's a different topic for different. Yeah. അപ്പോൾ So we are out of time. ഔട്ട് ഓഫ് ടൈം ആണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ദർ ആർ 2 kind of people. നമ്മളുടെ പ്രസിഡൻസ് ആയാലും ആരായാലും, ദർ ആർ പീപ്പിൾ ഹൂ ആക്ച്വലി കൺട്രോൾ ദ വേൾഡ്, ആൻഡ് നമ്മൾ കാണുന്നവരെല്ലാം ആർ ദ പീപ്പിൾ ഹൂ വാണ്ട് ടു കൺട്രോൾ ദ വേൾഡ്. വാണബീസ് ആണ് പ്രസിഡൻസ് എല്ലാം. ബിക്കോസ് 5 വർഷം കഴിഞ്ഞാൽ അവർ മാറും. പവർ സ്റ്റേസ് വേർ ഇറ്റ് ഈസ്. പ്രസിഡൻസ് ആർ നോട്ട് പവർ. അതിന് ഞാൻ ഇന്നലെ ഓപ്പൺ എനിക്കൊരു സംഭവം പുള്ളപ്പ് ചെയ്ത് പറഞ്ഞിരുന്നല്ലോ. Only 3 countries rejected COVID vaccine. ലോകത്ത് കോവിഡിന്റെ WHO കാര്യം 3 രാജ്യങ്ങളെ റിജക്ട് ചെയ്തോളൂ. ഹൈഡി, ട്വിൻസീനിയ, പിന്നെ വേറൊരു രാജ്യം കൂടെ. ഇൻട്രസ്റ്റിംഗ്ലി 2020 ബ്രൂണെ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ 2 രാജ്യങ്ങളും വേറെ രാജ്യങ്ങളും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി 2021 ആ 3 രാജ്യത്തിലെ പ്രസിഡൻസും കൊല്ലപ്പെട്ടു. Only 3 presidents rejected COVID vaccines and all 3 were murdered. ഇതിലും കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ പാടാണ്. ഡു യുവർ ഓൺ റിസർച്ച്. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തി. ഞാൻ ഇത്രയും വലിയ അലഗേഷൻസിലോട്ട് നിർത്തി. ഇനിയും മുന്നോട്ട് പോകണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ദിസ് വിൽ ബി എന്താ പറയുന്നത്, വളരെ സെൻസേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസെൻസേർഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. പറയുവാണെങ്കിൽ എനിക്ക് കുറേ ഹേറ്റ് വരും, പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് കമന്റിൽ പറഞ്ഞു തരിക, ഡു യു ഗൈസ് വാണ്ട് ടു ഹിയർ. അതേപോലെ ഗൈസ് ജോയിൻ ദ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു ഓപ്പൺ കോൺവെർസേഷൻ വെക്കാം. വിൽ ഡിസ്കസ് ദ പോസിബിലിറ്റീസ് ഓഫ് കണ്ടിന്യൂയിങ് ഫർദർ. എനിവേസ് ഗൈസ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ ഗുഡ് കോണ്ടന്റ്സ് ഇനിയും ഇറക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും കേൾക്കാം. So if you want us to go deep, we'll go deep, but you guys have to tell us on the comments. Allengal it's safe for us not to go. I hope you guys understand. Bye guys. Bye guys.